ഹായ്, ഇന്ന് ഞങ്ങള് നോമ്പ് തുറയുണ്ട് മഞ്ചേരി ഒരു ഹോട്ടലിൽ വെച്ചിട്ട്. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ അതിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് കാട്ടിത്തരാം. ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വത്തക്കുണ്ട്, ആപ്പിള്, പൈനാപ്പിള്, പിന്നെ കർമൂസ, പിന്നെ മുന്തിരി ഉണ്ട്, പിന്നെ ഓറഞ്ച്. അവിടെ മുന്തിരി നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹായ്, ഇന്നെന്താ പരിപാടി? നോമ്പ് തുറണ്ട്. അത് ഞങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ പാടല്ലേ. അപ്പൊ ഞങ്ങൾ അതിനുള്ള പരിപാടി. അപ്പൊ കുറച്ച് മുന്തിരി ഇതൊക്കെ കഴുകി കൊണ്ടുപോവാണ്. മഞ്ചേരി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പരിപാടി. പിന്നെ എന്തൊക്കെയുള്ള രതീഷ്? പിന്നെ ആപ്പിൾ ഇതൊക്കെ ഉണ്ട്. ഞാൻ കാട്ടീന് ഭക്ഷണം ഫുഡ് എന്താ? ഫുഡ് നമ്മള് ബിരിയാണിയൊക്കെയാണ് പ്ലാനിങ്. ബിരിയാണിയോ? ഞങ്ങളെ മാസ്റ്ററെ പിടിക്കൂ. മാസ്റ്റർ ഓടിപ്പോയി. അപ്പൊ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകൾ മാത്രമാണ് ഇട്ടത്. ഇനി ഓലൊക്കെ എടുക്കാൻ പറ്റുമോ വീഡിയോ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. നോക്കാം, നമുക്ക് പോയി നോക്കാം. അടിച്ച് പൊളിച്ച് ഞങ്ങള് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് വരൂലേ. അപ്പൊ ഇനി ഞങ്ങളിത് അരിയട്ടെ, കാരണം ഞങ്ങൾക്ക് പോവാൻ നേരമുണ്ട്. പക്ഷെ നേരമില്ല, അപ്പോൾ തിരക്കുണ്ട് കുറച്ച്. അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് സെറ്റാക്കട്ടെ. ഞങ്ങൾ ഓരോന്നോരോന്ന് സെറ്റാക്കണം. ടൈം വളരെ കുറവാണ്. നമ്മളെ ഫ്രൂട്ട്സ് അരിഞ്ഞോണ്ട് നിൽക്കാട്ടോ. ഇതിന്റെ പരിപാടികളൊക്കെ ഉണ്ട്. ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംഗതികളും. തൽക്കാലം കുറച്ച് പണിയുണ്ട്. അരിഞ്ഞ് കൊണ്ടുപോകാൻ ഞങ്ങൾ അധികം ആൾക്കാരൊന്നും ഇല്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി ഹോട്ടലിലേക്കാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് വേറെ ഒന്നുണ്ട്. അവിടെ പ്ലേറ്റും സാധനം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടുന്ന് സെറ്റ് ആക്കി അതിനുള്ള പരിപാടിയാണ്. ഇതൊക്കെ അരിഞ്ഞുണ്ടാക്കണത് പണിയാട്ടത്. തിന്നണ സുഖം അതിലില്ല. തിന്നാൻ നല്ല രസമായിരിക്കും കേട്ടോ. അത് പണിയെടുക്കാൻ ലേശം പണിയുണ്ട്. കരിഞ്ഞുണ്ടാക്കണം ഓരോന്ന്. അപ്പൊ ഇവിടെ ഫ്രൂട്ട്സുകളൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. സെറ്റായിക്കൊണ്ടിരിക്ക. എന്റെ 2 ഫ്രണ്ട് ഉണ്ട്, പക്ഷെ ഓരെ കാട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ കാട്ടാതെന്ന്. ചായ കുടിക്കുന്ന പരിപാടി ഇല്ല അതിന്റെ ഇടയിൽ കൂടെ. ആപ്പിൾ പിന്നെ ഞങ്ങള് ലാസ്റ്റ് കട്ട് ചെയ്യാ. ആദ്യം കട്ട് ചെയ്തു, പക്ഷെ ആദ്യം കട്ട് ചെയ്താല് കറുത്തു. അപ്പൊ പിന്നെയാണ് ഐഡിയ കിട്ടിയത്. അച്ചോള് ഒരുങ്ങി സുന്ദരിയായി നിൽക്കുന്നുണ്ട് പോവാന്. അച്ഛമോളെ എങ്ങോട്ട് നോക്കി ടാറ്റ കൊടുക്ക്, ഹായ് പറയും. കുട്ടിക്ക് ഇപ്പൊ പോവാളെ തയ്യാ. അപ്പൊ ഇതൊക്കെയാണ് പരിപാടി ഇട്ട് ഞങ്ങളത്. അപ്പൊ ഇനി ഇതൊക്കെ റെഡി ആയിട്ട് കാണിക്കാട്ടോ. അതെ, ഞങ്ങക്ക് മേക്കപ്പ് ചെയ്യണ്ടേ. ഞാൻ മേക്കപ്പ് ഒന്നുമില്ല, ഞാൻ സാധാ, ഞാൻ സിമ്പിൾ. ഞങ്ങൾക്ക് ടൈമില്ല, ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ നമ്മളെ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങള് വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കുക, വണ്ടിക്കാരെ കാത്തിക്ക. വണ്ടിയിൽ വേണം പോവാനൊക്കെ. വിളിച്ചു വേണം കിട്ടുക, പോടുക്കില്ല. അപ്പൊ ഞങ്ങൾ എല്ലാതും സെറ്റ് ആക്കിയാണ്. ഇവിടെ എത്തി ഞങ്ങള് ഫ്രൂട്ട്സുകളൊക്കെ സെറ്റ് ആക്കിയാണ്. ഒക്കെ ഞങ്ങൾ അരിഞ്ഞ് കൊണ്ടുവന്നതാണ്. വെട്ടിയപ്പോ തന്നെ മുന്തിരിയൊക്കെ ഇട്ടോ. മുന്തിരി ഇട്ട മുന്തിരി പറയത്തില്ലേ. ആ മുന്തിരിയൊക്കെ betul deh, nggak saya nanya അപ്പൊ ഞങ്ങൾ അരിഞ്ഞു വെച്ച സാധനങ്ങളാട്ടോ ഇതൊക്കെ. അതിലേ അതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ കഴിക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കണം. തമ്മിൽ അതെ അതെ, ഓർമ്മക്കാരില്ലല്ലോ നമ്മള്. സെറ്റാക്കിയിട്ട് ഞങ്ങൾ മഞ്ചേരി ഉള്ളത്. അപ്പൊ ആൾക്കാരൊക്കെ ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ വരുന്നോണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഹോട്ടലിൽ എല്ലാം സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ റൂമാണ്, റൂമിൻ്റെ ഉള്ളിലാണ് സംഗതി ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഹോട്ടലിൽ ഭയങ്കര ഒച്ചയാണ്, സമ്മതിച്ച് എല്ലാവരും വർത്താനത്തായിട്ട് ഭയങ്കര ശബ്ദമാണ്.
അതെങ്ങനെ ചെറുതാറ് ജ്യൂസുകൾ പത്തക്കൊക്കെ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സുകളൊക്കെ ഞങ്ങളിവിടെ നിരത്തി വെച്ചിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അച്ചോള് കസാരയിൽ ഇരിക്കാം. അച്ചോളൊക്കെ കസാരയിൽ ഇരിക്കാന്നല്ല. അപ്പോൾ ഞങ്ങൾ ഈ കാരക്ക ബാക്കിയുള്ള ഐറ്റംസൊക്കെ പോലെ കൊണ്ടുവരും. ഫുഡ് അതിൻ്റെ ഒപ്പം തന്നെ വരും. ടൈം അതിന് ഇനി ഒരു കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. അപ്പോൾ വരാനുണ്ടെങ്കിൽ വരാനുണ്ട് ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ട് വരട്ടെ. പച്ചമുളകും ഇതൊക്കെ ഇങ്ങനെ നടക്കണം കേട്ടോ. അച്ചുമോളെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ എന്താ ഉമ്മയൊക്കെ വെക്കുന്നത് എല്ലാം കടിക്കൂട്ടോ. അച്ചുമോൾക്കുള്ള സ്വഭാവം അപ്പം അത് കടിക്കുക. അച്ചു ഹായ് പറ. അച്ചു ഹായ് പറ. ആ ഉമ്മയ്ക്കൽ തുടങ്ങി. നമുക്കുള്ള ഫുഡൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റെഡി ആയി. കരിക്കഞ്ഞി അടിപൊളിയാട്ടോ, ഒന്നും പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട് കരിക്കഞ്ഞി. ബിരിയാണി അടിക്കാണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഫുള്ള് ടീമിൻ്റെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ നോമ്പുതറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ആരും എഴുന്നേറ്റിട്ടില്ല. നല്ല ഇവിടുത്തെ ഇപ്പോൾ നേരം കുറേ വൈകി പോയി. ഞങ്ങൾ നോമ്പുറൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ എല്ലാവരും എഴുന്നേക്കുന്നുള്ളൂ. ഞാൻ ചായ ഉണ്ടാക്കട്ടെ. എനിക്ക് ഞാൻ നേരത്തെ എഴുന്നേറ്റാണ്. കാരണം ഇവർ ഫുള്ള് ഉറക്കത്തില്ല. സാധനങ്ങളൊന്നുമില്ല, ഒക്കെ ഫുള്ള് കാര്യമാണ്. കാരണം ഇന്നലെ നോമ്പുറക്ക് വേണ്ടി വൈകുന്നേരം അങ്ങാടിക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ഒരു സാധനം വാങ്ങിയിട്ടില്ല. ഫുള്ള് കാലിയാണ്, കവൻ കാലിയാണ്. ഇപ്പോൾ അങ്ങാടിക്ക് പോയിട്ട് വേണം ഓരോ സാധനമൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരാൻ. അപ്പം ഞാൻ കട്ടൻ ഉണ്ടാക്കട്ടെ. ഇതിനുള്ള പരിപാടിയാണ്. പാത്രമുണ്ട്. ഇതിൻ്റെ അളവൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു സുമാർ ചായ കണ്ട് വെക്കുന്നുണ്ട്. അളവ് അറിഞ്ഞിട്ടിപ്പോൾ പരിപാടി എടുക്കില്ല.
അളവൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കുക, എൻ്റെ ഒരു അളവിനായിട്ട് ചെയ്യാം. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എന്താവുന്ന് നോക്കാം നമുക്ക്. ചായ ആവുമായിരിക്കും. ഇപ്പം അതിലേക്ക് പൊടിയൊക്കെ വേണം. പൊടിയുണ്ട്. സാധാരണ ഞാൻ ഉപയോഗിക്കല് കാപ്പിപ്പൊടിയാണ്. ഇന്നലെ കാപ്പിപ്പൊടി വാങ്ങി. ഞങ്ങൾ നല്ല പോക്ക് കാരണം ഞങ്ങൾക്ക് കാപ്പിപ്പൊടി വാങ്ങാൻ പറ്റിയില്ല. കാരണം അത്ര നേരം വൈകുമെന്ന് വിചാരിച്ചില്ല. അത് വരുമ്പോൾ പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ആക്കം പോലെ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു സ്പൂൺ എടുക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഒരു സ്പൂൺ കൂടുമോ അറിയില്ല, ഏതായാലും നോക്കാം നമുക്ക്. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. അതാകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടെ ചായ കിട്ടും. ഇവരൊക്കെ ഇപ്പോൾ എഴുതേക്കും. നോമ്പുതറൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഗംഭീരം പരിപാടിയൊക്കെ ഞങ്ങൾ കുറച്ച് സമയം വൈകി. ചായ റെഡി ആയിട്ട് നമ്മളെ റെഡി ആകാന്നുണ്ടെങ്കിൽ ഇതല്ലോ പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയും പോലെ ഉള്ളൊരു ചായയൊക്കെ ഉണ്ടാവും. ബാക്കി എല്ലാവരും പേര് ഓർക്കാം. ഓല ഉറങ്ങട്ടെ വിചാരിച്ചു അടക്കട്ടെ. ഞാനേതായാലും ഇത് ഇനിയിപ്പോൾ പഞ്ചസാര കാണും. പഞ്ചസാര ഇട്ടിട്ട് പിന്നെ പാല് നോക്കട്ടെ. പാലുണ്ടോ? ചായ തളച്ചോണ്ട് നിൽക്കുന്നു. ഇനി അടുത്ത പരിപാടി ആവട്ടെ. ഈ സ്പീഡ് കൂട്ടാം, അല്ലെങ്കിൽ ചാണാവില്ല. തിളയ്ക്കാനൊരു താമസം ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും. മധുരം ഇട്ട് കൊടുക്കാം നമുക്ക്. മറ്റേ ടി വിയിലൊക്കെ പറയും പോലെ ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയും പോലെ ആവശ്യത്തിന് പഞ്ചാര. ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെ അങ്ങനെയല്ലോ, 2 സ്പൂണ് 3 സ്പൂൺ അറിയാം. ഇത് എനിക്ക് സ്പൂണിന്റെ കണക്കൊന്നുമില്ല കേട്ടോ. ഞാൻ തള്ളി വിടുന്നുണ്ട്. കാരണം അളവ് പറഞ്ഞു കൊടുക്കണേ അറിയണ്ടേ. എന്തായാലും കേറൂല, കുറയൂല, ഏറെ ഉണ്ടാവുള്ളൂ. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും മധുരം വേണം. ഓളാണെങ്കിൽ മധുരം വളരെ കുറച്ച് ഉപയോഗിക്കില്ല. കാരണം ഓളെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അന്ന് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓള് പിന്നെ പഞ്ചാര പറ്റ കുറച്ച് ഉപയോഗിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് പണിയാണ്. കാരണം എന്താ വെച്ചാൽ ഞാനും മോളും ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം പറയും, അമ്മ ചായ ഉണ്ടാക്കിയാൽ പഞ്ചാര ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ കേട്ടും ആദ്യം തന്നെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഭാഗത്തൊക്കെ ചുറ്റിട്ട് ഇരിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കല്ലേ പണി കിട്ടും. ചായയുടെ തുള്ളി മധുരം ഉണ്ടാവില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഇനി നമുക്ക് കപ്പിലേക്ക് മാറ്റാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം എന്താ ചായക്ക് ഇരിക്കുമ്പോൾ തന്നെ എല്ലാവരും കുടിച്ചു നോക്കിയിട്ടേ ഇരിക്കുള്ളൂ. ഞങ്ങൾക്ക് എന്നും പണി കിട്ടാനില്ല. അപ്പൊ പിന്നെ ഞങ്ങളെ പിന്നെ നോക്കിയിട്ടേ ഇരിക്കുള്ളൂ. ഇതിലേക്ക് പാല് ഫുള്ള് ആഡ് ചെയ്യാം അല്ലേ? കുറച്ചൊക്കെ വെച്ചിട്ട് സംഗതിയിൽ കലക്കൻ ചായ കേട്ടോ. കഴിക്കാൻ പോയി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല. മധുരം ഉണ്ടോ നോക്കട്ടെ. മധുരം കുറവാണ് എൻ്റെ കണക്കിൽ. ശേഷം കമ്മിയാണ്.
മധുരം ഇല്ലെങ്കിൽ ചായ ടേസ്റ്റ് കിട്ടില്ല. എങ്ങനെ പ്രശ്നം എന്ന് വിചാരിച്ചു ഓവറാവും ചെയ്യും. ഓവറായാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നോമ്പായോണ്ടേ അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. അങ്ങാടിയിലും വല്ലാതെ കടകളില്ല. അങ്ങാടി കടയുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ചായ അല്ല കിട്ടുന്നത്. അവര് ഇപ്പൊ നോമ്പായോണ്ട് കിട്ടുന്നത് അടിച്ചു കൊടുത്താൽ കുടിക്കാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ബാട്ട ചായ കുടിക്കാൻ ആവില്ലായിരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഒപ്പിച്ചോണ്ട് ഫുള്ള് ഉണ്ടായിപ്പാണല്ലോ. കാരണം നോമ്പിന് കച്ചവടം എന്ന് പറഞ്ഞാൽ പെരും കച്ചവടമാണ്. നമുക്കിപ്പോൾ നല്ല ചായ കിട്ടുന്നത് കേട്ടാ നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള ടൈമിലാണ് നമുക്ക് നല്ല ചായ കിട്ടും. ഇതിപ്പോൾ ഈ നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് കിട്ടുന്നത് കുടിച്ചെടി പോവുകയാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങാടിയിൽ ഇപ്പോൾ നോമ്പ് തുടങ്ങിയതിന് ശേഷം ചായ കൂടി ഇല്ല. ചുരുക്കത്തിൽ പറഞ്ഞ ചായ ഉണ്ട്, അവന്മാർക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ വെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി. ഭക്ഷണമൊക്കെ അങ്ങനെയല്ലേ, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെട്ടിപ്പറിച്ച് കൊടുക്കുക. കാരണം ഫുള്ള് ബംഗാളികളൊക്കെ ഓർക്ക് എന്ത് ചായ, എന്ത് പൊറോട്ട, എന്ത് കറി, അവർക്ക് എന്തെങ്കിലും നേരത്തെ കഴിക്കണം എന്നല്ലാതെ. നമ്മൾ മലയാളികളാണെങ്കിൽ കുറച്ച് നല്ല ഫുഡ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിക്കുള്ളൂ. പൊതുവേ ഞാൻ അങ്ങനെ ഉണ്ട് കേട്ടോ. ഞാൻ നല്ല ഫുഡ് അല്ലെങ്കിൽ ആ ബൈക്ക് തന്നെ ഞാൻ പോകില്ല. ഞാൻ പിന്നെ ആ കടയ്ക്ക് കയറില്ല. എനിക്ക് ഫുഡ് നന്നാവണം. ഫുഡ് നല്ല അല്ലെങ്കിൽ ഞാൻ ആ ബൈക്ക് തന്നെ പോകില്ല. അതിന് പണിസൈറ്റിലാണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ. പണിസൈറ്റിലാണെങ്കിൽ ഞാൻ പൊതുവെ നല്ല ഫുഡ് അല്ലെങ്കിൽ ഞാൻ ഒറ്റ നേരം കഴിച്ചാൽ പിന്നത്തെ നേരം ഞാൻ കഴിക്കാൻ കൊണ്ടുവരാൻ പറയില്ല, വേണ്ടാന്ന് അറിയില്ല, ഞാൻ ഒഴിവാക്കല. പൊറോട്ടയ്ക്ക് നല്ല കറിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പം ക്യാൻസൽ ചെയ്യും, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കും. നിങ്ങൾക്ക് ഇതാ ചായ വേണമെങ്കിൽ കുടിച്ചോ, കുഴപ്പമില്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് അറിയില്ല. ഒരു മീഡിയം ലെവൽ ചായ ഉഷാറാണ്. ഫുള്ള് നല്ല അടിപൊളിയാന്ന് പറയാൻ പറ്റില്ല. ഒക്കെ നല്ല ഉറക്കം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒച്ച വിട്ടിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. ഒക്കെ ഫുള്ള് ഉറക്കാം. സംഭവത്തിൽ 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവരിപ്പോഴും രാവിലെ ആണെന്ന് വിചാരിച്ചിരിക്കുക. എൻ്റെ അയലക്കത്ത് പാട്ട് കേൾക്കുന്നുണ്ട് രാവിലെ തന്നെ. നോമ്പുള്ള ആൾക്കാരാ. ഒരു രാവിലെ സംഗീതം പിടിച്ചിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം വേറെ കുറച്ച് അറ്റകുറ്റ പരിപാടികളൊക്കെ ഉണ്ട്. മീൻ അങ്ങാടിയിലൊക്കെ ഒന്ന് പോകണം, മീനൊക്കെ വാങ്ങണം. ചുമ ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ കാറ്റി തരുന്നുണ്ട് ചായ കുടിച്ചിട്ട്. ചുമകളൊക്കെ പേരുവർക്കാം നല്ല അടിച്ച് പൊളിച്ചിട്ട് അച്ചുകളൊക്കെ ഒന്നും പറയാല്ല. നോമ്പോറായിട്ടേ ഭക്ഷണം 2 കയ്യിൽ വാരിന്, ഒരു കയ്യിൽ തരിക്കഞ്ഞ്, ഒരു കയ്യിൽ ബിരിയാണി ആയിരുന്നു അച്ചോന്ന് അടിച്ച് ബീസി. എന്നാലും കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞപ്പം ഓക്കെ നമുക്ക് ഉഷാറാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇവിടെ വാങ്ങി എല്ലാവരും കൂടെ ഷെയറിട്ട് അത് സെറ്റാക്കി വേഗം പോയതാ. കൂടുതൽ മുമ്പോട്ട് ആൾക്കാർ 1-2 ആൾക്കാരുള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ ടീം തന്നെ വെട്ടി വിടാൻ വേണ്ടി റെഡിയായി വന്നവരാ. ബാക്കിയുള്ളവർ നോമ്പ് പറ്റവർക്ക് കാര്യമായി, അല്ലാത്തവർക്ക് ദമ്പ് തന്നെ. പക്ഷെ പരിപാടി ഗംഭീരമായിരുന്നു. ഞങ്ങൾ ടൈമിന് ലേശം വൈകിപ്പോയി. കാരണം ഇവിടുന്ന് ഇറങ്ങലും ഫ്രൂട്ട്സ് അരിയലും ഒക്കെ പാടെ. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെയും കൂടെ നോക്കണമായിരുന്നു. അതിന് ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല. അതിൽ ലേശം വാൾട്ട് ഞങ്ങളെ പറ്റി. ഇനി അടുത്ത പ്രാവശ്യം എന്നല്ല ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് നമുക്ക് അടിപൊളി പരിപാടി ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം കിട്ടിയത് തന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ. പൊതച്ച് കിടക്കണമൊക്കെ അച്ചുമോള് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒച്ചയും പിടിയാണ്. രാവിലെ എഴുന്നേറ്റ പാടെ ഒരു കരച്ചിലുള്ളതാ ആശാൻ. അപ്പോൾ നോക്കിയാൽ സൂര്യനൊക്കെ വന്ന് തുടങ്ങിന്. ഒന്നും അറിയില്ല. അച്ചുമോള് എഴുന്നേറ്റിന്, മറ്റോള് പതുക്കെ എഴുന്നേറ്റിട്ട് ഇടം കണ്ടിട്ട് നോക്കി ചായ ഉണ്ടാക്കണേ. എന്നിട്ട് അവിടെ തന്നെ പതുക്കെ കിടന്നു. വലിയ ചൂട്ടൻ എവിടെ ഇവള് പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഒന്നും അറിഞ്ഞില്ല. അച്ചാതന്നെ പോലെ കിടക്കുക. നേരത്തെ പോയാൽ അങ്ങാടി പോയാൽ മീനൊക്കെ കഴിക്കും. അച്ചോളി നീരച്ചും കേട്ടോ. സംഗതിയിൽ ഒച്ചയൊക്കെ കേൾക്കുന്നത്. വണ്ടി എടുത്ത് പോയാൽ മീനൊക്കെ വാങ്ങി പോരാ. അങ്ങനെ അച്ചുമോള് എഴുന്നേറ്റു ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. വാ അച്ചോള് വാ, പാപ്പൻ്റെ ചുന്തരി ചായ കുടിക്കാൻ പോവാ. അച്ചോക്ക് റസ്ക്കും ചായയും കൊടുക്കാം. അച്ചോള് കുടിച്ചാ
അമ്മച്ച ഒരു കിസ് കൊടുത്താ പ്ലെയിൻ കിസ് കൊടുത്താ എങ്ങനെ പ്ലെയിൻ കിസ് കൊടുത്താ ആ നല്ല ലൈക്കൊക്കെ അടിക്കട്ടോ. അക്കപ്പ തട്ടി ചിന്തിരും. ആ ചായ കുടിച്ചാന്നാറ ചായ കുടിക്കണ്. കാന്താരി എഴുന്നേറ്റ് വന്നാണ്ട് ഞാൻ ഉണ്ടാക്കിയ ചായ നോക്കിയാ ഒരു ഉളുപ്പുമില്ലാതെ ഒരു ഉളുപ്പില്ലാതെ കുടിക്കണ നോക്കിയാ ചായ രസമില്ലാതൊക്കെ. എന്താ അച്ചോളെ എന്താണ് പ്രശ്നം? അല്ല എനിക്ക് ചോറും കൂടെ ഉണ്ടാക്കി തരാ. ചുക്കള്ളം എഴുന്നേറ്റ് വന്ന് ചായക്ക് വെള്ളം വെച്ച് ചായ ഉണ്ടാക്കി. ഞാൻ ഒറ്റക്കൊന്ന് പൈറ്റ് വയ്ക്കുക ചായ. ഞാൻ വർഷങ്ങളെ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ. അങ്ങനല്ല, നമുക്ക് അതിൻ്റെ അവസരം വന്നിട്ടില്ല വല്ലാതെ. ചായ ഉണ്ടാക്കാനായിട്ടൊരു സമയം കണ്ടിട്ടില്ല. അപ്പോൾ കുറേ ആയി. പിന്നെ ആ പ്രസവത്തിൻ്റെ ടൈമിൽ അന്നാണ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കൽ തുടങ്ങിയത് കുറച്ചൊക്കെ. അന്ന് ഏകദേശം ഒരു മാസം 2 മാസത്തോളം ഫുള്ള് ഭക്ഷണം. അതായത് ആ കുര അങ്ങനെ ഒന്നും പോകില്ല. ഡോക്ടർമാർ പറഞ്ഞിട്ടില്ലേ ജി അതെന്തോ ഒരു വൈറസാണ്, അതൊന്നും കൂടെ പോകേണ്ടി വരും. ഒരു 3-4 പോക്ക് പോയാലേ തീരുമാനമുള്ളൂ. അച്ചോളൊക്കെ പാവുന്നിയുടെ ലേറ്റ് കത്തണ പാവുന്നി കുട്ടിച്ചാത്തന എവിടെ നോക്കിയാ എല്ലാം വലിച്ചു വാരി എറിഞ്ഞാണ്. പന്തൊക്കെ ഇന്നലെ തീരുമാനമാക്കിന്. എങ്ങനെ കുട്ടിച്ചാത്തനെ വെച്ചെന്നെ വെച്ചാ ചട്ടിയൊക്കെ ഇവിടെ കൊണ്ടിട്ടേ കുട്ടിച്ചാത്തനെ അമ്മ വാവർക്കട്ടെ. കുട്ടിച്ചാത്തനെ തൊട്ടിലേക്ക് അടിയാ ലേറ്റ് ആയിട്ട് കത്തിട്ടോ. അടിച്ചു പോയി. അതിൻ്റെ ഉള്ളിൽ ചായ ഒഴിച്ചിന്. ലേറ്റ് പോയോ? അല്ല, നല്ല രസം കേൾക്കണം. അതിൻ്റെ ഉള്ളിൽ ചായ ഒഴിച്ചിരുന്നല്ലേ. ലേറ്റ് കത്തട്ടെ. ലേറ്റ് പോയി. ഇതിന്റെ ചായ ഒഴിച്ച് ഇവിടെ ആ പി ഒഴിക്കുന്ന സ്ഥലത്തൂടെ അത് കുത്തിരുന്നാടെ സൗണ്ട് പാർന്ന അതിൻ്റെ ഉള്ളില്. അതാണ് ഏറ്റവും വലിയ വിറ്റ്. ഞാനന്ന് മീന് അങ്ങാടി പോയി നോക്കട്ടെ. നെയ്ച്ചോറായാലും കുഴപ്പമില്ല. കുറച്ച് അരി ഇവിടെ അല്ലേ? അതേതാ അരി ഞാൻ നോക്കട്ടെ. അതൊരു പേപ്പറിൽ ലേശം പോയി എന്നാ. അല്ല അങ്ങനല്ല, ആ അരി കൊണ്ടുപോയിട്ട് കുറച്ച് വാങ്ങാനാ. അതേ സെയിം അരി എനിക്ക് ഓർമ്മയിട്ടില്ല കാരണം ഏതാ അരിന്ന്. വേറെ പാർട്സും മേടിക്കാം. പാർട്സ് വാങ്ങിയാൽ മതി. 100 അത് മതി. ഓള് പറ്റായൊന്നുമില്ല. ഓള് നല്ല നപ്പ് നല്ല അമുക്കുന്നാകാം. ഇതിന്റെ പണിയൊക്കെ എൻ്റെ കാൽമലൊക്കെ തോണ്ടണ്. എത്താണ് ആ സാധനം നോക്കിയാൽ വലിച്ച് പൊട്ടിച്ച് ഇതിന്റെ ലൈറ്റ് കത്തണല്ല. ഇതിന്റെ ഇവിടെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഒരു വള്ളിയൊക്കെ. ആ വള്ളിയൊക്കെ അടിച്ച് തൂഫാനാക്കിന്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അച്ചുമോളെ പോലെ തന്നെ ഉണ്ട്. അവന്റെ കുട്ടിയ അതിന്റെ മുഖം നോക്കിയാണ്. അതിന്റെ മുഖം നോക്കിയാണ്. പിടിച്ചാലങ്ങനെ അമ്മന്റെ പൊന്നെന്താ നമ്മുടെ മുല്ല. ഇത് ദേഷ്യം പിടിച്ചെന്താ കേട്ടോ കേട്ടോ. ആ കയ്യിലുള്ള സാധനം ഒറ്റ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വന്നിരിക്കണേ. അമ്മന്റെ പൊന്നി പൂവാതെ അമ്മന്റെ പൊന്നി എമ്പടെ അമ്മന്റെ മുല്ലി എവിടെ കാണിച്ചു കൊടുക്കും. മുല്ല അമ്മന്റെ മുല്ലി ആരാ കാണിച്ചു കൊടുക്കും ചേച്ചിക്ക്. അമ്മ മുല്ലി അമ്മന്റെ ഡാമണ്ട്
അമ്മയുടെ ഡാമന്റെ എവിടെ കാണിച്ചു കൊടുക്കേ മാമേ ചേച്ചി അങ്ങോട്ട് നോക്കി അങ്ങനെ നോക്കണതാ ചേച്ചിമാരും താത്തമാരൊക്കെ അമ്മയുടെ ഡാമന്റെ എവിടെ കാണിച്ചു കൊടുക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കൂല ഇതല്ല അമ്മയുടെ ഡാമണ്ട് ആ കുട്ടിയാണേ അങ്ങനെ ഇങ്ങനെ കാട്ടി കൊടുക്കണ്ടേ ആ ഡാമന്റെ ഇതാണ് നമ്മുടെ സ്വർണ്ണക്കട്ട എവിടെ കാണിച്ചു കൊടുക്ക എല്ലാവർക്കും നമ്മുടെ സ്വർണ്ണക്കട്ട എവിടെ ഒമ്പാട് പൊളിച്ച നമുക്ക് അങ്ങാടി പോവാ കൊണ്ടോട്ടെ അച്ഛനോടെ കൊണ്ടോട്ടെ എന്നാ പറഞ്ഞു കൊടുക്കാം അമ്മന്റെ സ്വർണ്ണക്കട്ട എവിടെ ആ സ്വർണ്ണക്കട്ട എവിടെ കുട്ടിയാണേ അമ്മന്റെ മല്ലിപ്പൂ എവിടെ കുട്ടി ഇങ്ങനെ കാട്ടിയിരുന്നു ഇപ്പൊ കാണില്ല ഇപ്പൊ കളിയൊക്കെ ഇങ്ങനെ ചിച്ചണതിന്റെ തെവി ഇങ്ങനെ ഇത് സായിബാബ എങ്ങനെയൊക്കെയാണ് മുടി സായിബാബാണോ സായിബാബ നമ്മള് നല്ല ഫ്രീക്കനാക്കി വെട്ടണം മുടി എടുക്കുക മുടി പൊട്ടടിക്കുക പഴനി പോകുമ്പോ പൊട്ടടിക്കുക എന്നാ പോണാവൂല്ലേ ഈ മാസം എന്നാ പറഞ്ഞത് ഈ മാസം പോണേ അമ്മൊരു പാട്ട് കേട്ടോ അമ്മൊരു പാട്ട് കേട്ടോ ഈശ്വര മുട്ടി പാടി മടിയാണേ അമ്മന്റെ കുട്ടിക്ക് എങ്ങനെ ദേഷ്യം വരിക എങ്ങനെ ദേഷ്യം വരിക കാണിച്ചു കൊടുക്ക് അതെന്ത് ചോദിക്കുമ്പോ ഭയങ്കര ഒരു പാടാ അമ്മയ്ക്ക് എങ്ങനെ ദേഷ്യം വരിക ഇനി അമ്മന്റെ കുട്ടിക്ക് എങ്ങനെ ദേഷ്യം വരെ കാണിച്ചു കൊടുക്ക് ഈ കുട്ടി ചീച്ചെടുത്തിന് കട്ട കുട്ടി ചീച്ചെടുത്തിന് കേക്കി കൊണ്ട് ബിബിര് കേക്കി കൊണ്ട് അന്റെ കുഞ്ഞാവ ഷെഡി ഒന്നും ഇട്ടിട്ടില്ല അടിക്കാൻ അമ്മ അരിയില്ലട്ടെ എന്തുണ്ടാക്കണേ പറയും എന്തെങ്കിലൊക്കെ ആക്കാം ചോറ് വേണേ നെയ്ച്ചോറാക്കാം ചോറ് വേണേ ചോറാക്കാം എന്തും ചെയ്യും എന്നാ പൂള വാങ്ങേണ്ടി വരും പൂള ഇപ്പൊ 2 കിലോ വാങ്ങി 50 റുപ്യ ആവും അതിലും പറഞ്ഞ നെയ്ച്ചോറിന്റെ അരി വാങ്ങാം അതാണേ നെയ്ച്ചോറാണെങ്കിൽ ഒറ്റടിക്ക് പരിപാടി ആ വെണ്ടപ്പം ഇനി തിന്നണ്ടത്തേക്ക് വലിച്ചെറിഞ്ഞല്ലേ ഇപ്പൊ ആവശ്യം ഉണ്ടാവില്ല ഒരു വൈകുന്നേരം 5 മണി 6 മണിന്റെ ഉള്ളില് ഒറ്റക്ക് തുറന്ന് വെണ്ടപ്പെടുക്കുക തിന്നുക അതൊക്കെയാണ് പണി മൂപ്പത്തിക്ക് ഇപ്പൊ മറ്റേ കിട്ടുന്നില്ല അപ്പൊ നല്ല വിശപ്പാ പാലിട്ടൊക്കെ നിർത്തിച്ച് ഞങ്ങൾ അപ്പൊ നല്ല വിശപ്പാ അമ്മക്ക് വയ്യ അയ്യോ അമ്മക്ക് വയ്യ അമ്മേനെ എടുക്ക അച്ഛമോള് അമ്മേനെ എടുത്താ കല്ലെത്തി വീണതേ ഇങ്ങനെ മുല്ലല്ല അമ്മനെ മുല്ലിപ്പൂ വേണം മുല്ലി അമ്മേനെ മുളക് വെയിലത്തുണ്ടച്ചാ മുളക് രണ്ടാളും കൂടി വെയിലത്തുണ്ടച്ചാണ് പ്രാവശ്യം കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ നിങ്ങളോട് മുളക് ഉണ്ടാൻ പറ്റും നിങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ മുളക് കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങാടി പോകുമ്പോ പറയണേ ചെയ്തേ എല്ലാ ടൈമിലും ഉണ്ടാവില്ല നേക്കെ അത് ചില ദിവസം ഉണ്ടാവുള്ളൂ നേക്ക് അപ്പൊ പിന്നെ ആ ടൈമില് മുളക് വാങ്ങാൻ പറ്റുള്ളൂ അതെ പച്ചക്കറിക്കാർക്കാരോട് വാങ്ങിയാലും മതി അതിന് എപ്പോഴും നേക്ക് ഉണ്ടാവില്ലടി മുളകിന് അതിനെ മുളകിന് എപ്പോഴും നേക്ക് ഉണ്ടാവില്ല അല്ല ഇതിലെ വണ്ടിക്കാരൻ വരല്ലേ അപ്പൊ അതിനോട് 20 റുപ്യക്ക് വാങ്ങിയാൽ മതി ഇത് നമുക്ക് പോയിങ്ങോട്ട് വെളുത്തിട്ടാലോ പോരി അവിടുന്ന് അത് നല്ല വില ഉണ്ട് അതിനിപ്പോ പെരിന്റെ കായല്ലേ ഇനി ഇങ്ങനെ എടുത്തുവെച്ച് പഴുക്കും ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്കൂല നാളേക്ക് പഴുക്കും ഇല്ലേ നാളേക്ക് പഴുക്കൊന്നുമില്ല ഞാൻ വെച്ചോളൂ കുളിക്കട്ടെ തന്നിട്ട് നമ്മള് പീടിയ പോയി വരുമ്പോക്ക് അതാ നല്ല കുളിക്കുക പിന്നെ കുളുകുളു കുളിക്കുക ആ പപ്പായ ഇട്ടിട്ട് കുളിക്കുക നമുക്ക് കേട്ടോ കുളിക്കാൻ പോവാ കുളിക്കാൻ പോവാ അമ്മി കുട്ടി കുളിക്കുക എവിടെ കുളിക്കുന്നത് ബാത്റൂമിന് ഏത് ബാത്റൂമിലാ കുളിക്കണേ കറിയൊക്കെ മേടിച്ചോട്ടിങ്ങളേ അപ്പൊക്ക് അമ്മി കുട്ടി കുളിക്കട്ടെ ഏത് ബാത്റൂമിലാ കുളിക്കണേ
പൊത്തിലെ ബാത്റൂമില് വളർത്തുന്നോ? അവിടെ അവിടെ പരസ്യം കണ്ടാലേ വാത്തിലും വിത്തിയാക്കിയിട്ട് പപ്പ കൊണ്ടുവരും വാത്തിലും അതൊക്കെ അറിയൊക്കെ ഉണ്ടോ? ഇത് വാങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞ നിങ്ങൾക്ക് കുഞ്ഞ് പുറകെ എഴുതേറ്റവരൊക്കെ പല്ല് വെച്ച് കുളിക്കാനുള്ള പരിപാടി കേട്ടോ. അച്ചോളെ കുളിപ്പിച്ചാ അതാ ഈ കുരുക്കെ ചാടുന്നതാ. എന്താണ് ആ സാധനം നോക്കട്ടെ. ഇത് ചെമ്പകക്കുരു. ഇതിന്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞിട്ടേ എല്ലാരും പറഞ്ഞ ഇത് ഇട്ട് വെളിച്ചെണ്ണ ഇതാക്കിയാൽ നല്ലതാണ്. ഞാൻ നാളെ അരീക്കോട് നിന്ന് വാങ്ങിയത്. അത് ബസ്സിൽ ഇങ്ങനെ ഒരാൾ കൊണ്ടുവരൂലേ, അപ്പൊ വാങ്ങിയത്. അത് ആ കുരു മുഴുവൻ ചാടിയില്ലേ. അതിന് കുരു പെറുക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടാ മതി, അപ്പൊ പ്രശ്നമില്ല. അധികം വെളിച്ചെണ്ണ തല തേക്കല്ല. ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കല്ല കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിട്ട് ഞാൻ അതിനെ കൊണ്ട് മുടിയൊക്കെ കൊഴിഞ്ഞു. ഞാൻ എന്താ പറയുക, എൻ്റെ കയ്യിൽ ഒരുപാട് മുടിയില്ലോണ്ടേ ഞാൻ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒന്നും തേക്കല്ല. ഇപ്പൊ മുടിയിൽ തേച്ചാലേ വെളിച്ചെണ്ണ തേക്ക് നോക്കിയാ തലയിൽ വെളിച്ചെണ്ണ എങ്ങോട്ടെങ്കിലൊക്കെ പോവാണ്ടാവും. അപ്പൊ പിന്നെ മുടി തീരെ ഉണ്ടാവൂല. അപ്പൊ കുറച്ച് തേക്കുന്നുള്ളൂ. പോയില്ല മുടി. ഞാൻ കുറച്ച് മുറിച്ചു. എത്രങ്ങാനും മുടി ഉണ്ടായിരുന്നില്ല എനിക്ക്. അല്ല, അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു. ആ വെളിച്ചെണ്ണ കുപ്പി തട്ടിട്ട് കുഞ്ഞ്. അല്ല, അത്യാവശ്യം എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തില്. കാരണം നല്ല ഉള്ളുള്ള മുടിയായിരുന്നു, ഒക്കെ പോയി. ഈ വയനാട്ടിലുള്ള പെണ്ണുങ്ങൾ ആദിവാസികളൊക്കെ കൊണ്ടുവരലുണ്ട് ഇവിടെ എണ്ണ അങ്ങാടിയിൽ. പക്ഷെ എനിക്കെന്താ അറിയോ, അത് സാധനം നല്ലതാണോന്നറിയില്ല. ഒരു നമ്പറൊക്കെ കൊടുത്തിന്. അയറ്റളൊക്കെ മുടി കാണാം, നല്ല നീളമുള്ളൊക്കെ. അതിൻ്റെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം. പക്ഷെ അതിന്റെ ഗ്യാരണ്ടി ഒക്കെ കൊടുക്കുന്നുണ്ട്. 1500 ഉറുപ്പ്യൊക്കെ ഒരു ലിറ്ററിന് പറയും. നല്ല മുടിയുണ്ടല്ലോ. ഓ കുട്ടിച്ചാത്തനെ കുട്ടിച്ചാത്തനെ കൊണ്ടോണ്ടോ കുച്ച? ആ, കുട്ടീനെ കൊണ്ടോണ്ട്, കുട്ടിച്ചാത്തനൊക്കെ കൊണ്ടോണ്ട് കുളിക്കാൻ. ആ, അതെന്താ അറിയോ, ആ കുരു എണ്ണ കുടിച്ച് ആ കുരു താഴത്തേക്ക് ഇറങ്ങണം. വെള്ള കളറാവൂല ലാസ്റ്റ് വരുമ്പോ ആ കുരു. വെളിച്ചെണ്ണ പോയി 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 അപ്പൊ ഒഴിവാക്കിയാൽ മതി അയാള്. സെറ്റപ്പ് ആണല്ലോ. അപ്പൊ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കണല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. ആണോ? ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പൊന്നെ കുട്ടി വെളിച്ചെണ്ണ കുട്ടി തേക്കാനായിട്ടില്ല. നോക്കട്ടെ. അച്ചോടൊക്കെ ഇറങ്ങി പോന്ന് അവിടുന്ന്. ആ, വെള്ളം ഞാൻ കൊടുക്കാൻ. എനിക്ക് നല്ലോണം തരാം വെള്ളം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മാങ്ങ ഉണ്ട് കേട്ടോ. ഓക്കെ, ഫുള്ള് മാങ്ങ ഇവിടെ ഉണ്ട്. ഇതിന് മുകളിലുണ്ട്. ഷീറ്റ് നല്ല പണിയെടുക്കാണ്ട്. ഷീറ്റിൽ മാങ്ങ കാറ്റടിച്ചിട്ട് തട്ടിയിട്ട് മാങ്ങയൊക്കെ പോവാ. മാങ്ങ ഉണ്ട് ഇതിൽ, കുറേ മാങ്ങ ഉണ്ട്. ഇതൊക്കെ കിട്ടിയാൽ കാണാം മാങ്ങ. എത്താണ് എന്നാലും ഇവിടുന്നാട്ടോ മക്കളെ, പൊന്നാനക്കളെ പാമ്പിനെ കണ്ട്. രാത്രിയിൽ ബാത്റൂം കുത്തിരിക്കായിരുന്നു. അതിലുണ്ട് പാമ്പ്. ഇവിടുന്ന് ഇങ്ങനെ പാമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അതില് രാത്രി ഇങ്ങനെ ഇവിടെ ബാത്റൂമിന്റെ ഈ ജനലുണ്ടോ, അവിടെ ജനല്, അവിടെ മുകളില് ആ ജനലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാത്റൂമിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പാമ്പ് ചീറ്റിന് ഒരൊച്ചയിട്ട് വന്ന് നോക്കുമ്പോൾ എന്താ പറയുക, പൂച്ച 3 എണ്ണം ഇവിടെ ക്രോസ് ഇട്ട് അതിനെ നിർത്തിയേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു പാമ്പാണ്. അതിൽ ചീറ്റിന് ഒച്ചയിട്ട് ഞാൻ ഏതായാലും ബാത്റൂമിൽ നിന്ന് ചാടി. ആ, അതിൽ ചാടി ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താ സാധനം അത്യാവശ്യം നല്ല മൂർക്കനാണ്. പിന്നെ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ കുറച്ച് ചരക്കെല്ലൊക്കെ എടുത്തെറിഞ്ഞ് ഓടിച്ച്. കാരണം ഈ ഏരിയ തന്നെ വിട്ടു. പിന്നെ നമ്മളെ മരുന്നില്ലല്ലോ,
ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മരുന്ന് അങ്ങോട്ട് പ്രയോഗിച്ചു. പിന്നെ പരിസരത്തില്ല. വാ വാ അച്ചോളി വാ വാ ഇനി അമ്മേൻ്റെ അടുത്തേക്ക് പോവാ. വാ എൻ്റെ കുട്ടി എടുത്തോ. അച്ചോളി കൂടി തകർപ്പം കളിയാ. നടക്കുക. ഞാൻ അങ്ങാടിയിലൊക്കെ പോകണമെന്ന് കുറേ പരിപാടിയുണ്ട്. നടക്കൂ കുറ്റി നടക്കൂ. പോട്ടെ. ഡെയിലി അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. സ്ട്രോങ് ആയി. അച്ചോളി കുളിക്കുന്നുണ്ടോ? അച്ചോളെ പപ്പച്ചി പോട്ടെ, അങ്ങാടി പോട്ടെ. വണ്ടിക്കൊക്കെ നല്ല പണി കിട്ടി നോക്കളെ. വണ്ടീൻ്റെ സൈലൻസറിൻ്റെ ഇവിടെ നോക്കിയാൽ പിസ്റ്റം പിടിച്ചിട്ടുണ്ട്. പിസ്റ്റം പണിക്ക് ചുരുങ്ങി അങ്ങൊക്കെ അറിയാമായിരിക്കില്ലേ, 8 രൂപ 9 രൂപ എന്തായാലും പിസ്റ്റം പണിക്കാവും. ഒരു വണ്ടി മാറ്റാന്ന് പറഞ്ഞപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ നടക്കൂല. പിസ്റ്റം പണി ആയതുകൊണ്ടേ വണ്ടി ഒരു പുതിയൊരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിലും വേണം ചുരുങ്ങിയത് 10-15 രൂപ കയ്യിൽ എന്തായാലും വേണം. അല്ലാതെ ഇപ്പോൾ അത് നടക്കില്ല. വണ്ടി പുതിയ എടുക്കാനാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റൊക്കെ ഉണ്ട്. കാശില്ലാത്തതുകൊണ്ട് ചവിട്ടി പിടിച്ചിരിക്കണം. അച്ചോ ഇത് നോക്കി എന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് പുറത്തിറക്കിയാൽ കുഴപ്പമില്ല. നിലത്ത് നിൽക്കൂല, അങ്ങനെ ഓടി കളിച്ചുകൊണ്ട് നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ നടക്കാൻ. അമ്മേ എൻ്റെ ഓട്ടം കാണുമ്പോഴേ പേടിയാണ്. കാരണം തെന്നി അടിച്ച് വീഴുകയെ. ഇങ്ങോട്ട് കയറാ, ജാഗത്ത് കയറിയാ കുഞ്ഞാബിരി ഇങ്ങോട്ട് പോരുപ്പാ. ഓടിക്കൊണ്ടിരിക്കും. വൈകുന്നേരം ഇറക്കൽ സാധാരണ. വൈകുന്നേരം ആകുമ്പോൾ വെയിലുണ്ടാവുമല്ലോ, അപ്പോൾ ആകുമ്പോൾ കളിക്കാനൊക്കെ സുഖം. വണ്ടിക്ക് നല്ല പണി കിട്ടി മക്കളെ. മീൻ മേടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി, ഇറച്ചിയൊക്കെ വാങ്ങാനായിട്ട്. വണ്ടി മിസ്സിങ്. ഞാൻ പറഞ്ഞില്ല, പിസ്റ്റൻ്റെ വർക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യത. ഇവിടെ കിടക്കുന്നു. ഊരിൻ്റെ വഴിക്ക് ഷും 2 സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ, വേറൊന്നും കണ്ടില്ല. നമ്മളെ മച്ചാനാണ്. ഇവൻ്റെ കടയിൽ നിന്ന് നമ്മൾ ഫുള്ള് വർക്കൊക്കെ ചെയ്യൽ. പോകുന്ന വഴിക്ക് കിട്ടിയ പണിയാണ്. ഇനി നോക്കട്ടെ, ഫ്ലഗൊക്കെ ഊരി നോക്കിയിട്ട് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് പറഞ്ഞുതരും. ചെക്ക് ചെയ്ത് നോക്കാം. നിസ്സാര പണിയാണെങ്കിൽ ഇപ്പം തന്നെ പോവാം. വലിയ പണിയാണെങ്കിൽ ഞാൻ വണ്ടി ഇവിടെ വിടും, എന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകും. ഞാൻ കഴിക്കുന്നുണ്ട്, നോക്കട്ടെ എന്താ പാടെന്ന് പറയാം. മോൻ പറഞ്ഞത് പ്ലഗ് കരിഞ്ഞാന്ന് പറഞ്ഞ്. മൊത്തം പുകയും ഇടിയും പുകയാണെന്ന് പറഞ്ഞില്ലേ, മൊത്തം കരിയും പുകയാണ്. വണ്ടി ആകെ പണിയായിന്. ഇനി നോക്കട്ടെ. പിന്നെ ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പണി ഇഷ്ടം പണി എടുക്കാൻ തന്നെ ഉള്ളൂ. കഴിച്ച് നോക്കിയാലേ അറിയാം എന്താ സ്ഥിതി. കഴിച്ചോട്ടെ. ലൂസായിട്ട് കുറേ ഓടി അങ്ങനെ അടിയുണ്ടായി. ലൂസായി അത് കൊണ്ടുവരണം വിചാരിക്കും. എപ്പോഴും അവരൊക്കെ കിട്ടുള്ളൂ. അതിൽ അപ്പം ഒരാഴ്ചയായി കൊണ്ടുവരണം വിചാരിച്ചു. ഫ്ലഗ് തുടച്ച് ക്ലീൻ ആക്കി നോക്കട്ടെ. ഇനി എന്താ ചെറിയ പ്രശ്നം ഫ്ലഗിൽ മാത്രം കാണുന്നുള്ളൂ. അതായാലും നോക്കട്ടെ. ഫ്ലഗിൻ്റെ റൂൾസ് പണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ പണി എടുക്കാണ്ട്. ചെയിനും സോക്കറ്റൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലഗ് ഉണ്ട്. അങ്ങനെ നമ്മളെ മുത്തുമണി ഇവിടെ ഉണ്ടായിരുന്ന 2 ചാമ്പുണ്ട്. എൻ്റെ ഫ്ലഗ് പറ്റ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മോനെ ഇവിടുന്ന് 2 പഴയതിടാന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളെ കടയിൽ വന്നുള്ള ഗുണം. നമ്മളെല്ലാ പണിയും ഇവനായിട്ട് എടുക്കൽ. വണ്ടിയിലെ A to Z കാര്യങ്ങളും മച്ചാനാണ് ചെയ്യുന്നത്. അവന് പണി അറിയാം. എല്ലാം പക്കയാക്കി ചെയ്തോളൂ, പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും അവൻ്റെ മുഖത്തിന് തെളിച്ച കുറവുണ്ട്. പൈസ ഇല്ലെങ്കിലും അവന് അട് വലിയ ചിറിയൊന്നുമില്ലെങ്കിലും അട് മൂളലാണ്. പൈസ ഇല്ലെങ്കിൽ ഒരു ചിറിയൊക്കെ ഉള്ളൂ. ആയിക്കോട്ടെ അങ്ങോട്ട് മുറുക്കി പറയില്ല. ഏതായാലും ഇത് ഇട്ട് നോക്കാം നമുക്ക്. ഇവിടെ ഉണ്ടായിരുന്ന 2 അതിൽ വർക്കൗട്ട് ആവുമെന്നുള്ളത് ഇപ്പോൾ നോക്കാം നമുക്ക്. വർക്കൗട്ട് ആയാൽ രക്ഷപ്പെട്ട്.
ഇപ്പുറ സൈഡിൽ അങ്ങോട്ട് പൂട്ടട്ടെ. വണ്ടി ഓടിച്ചു പോകാൻ നല്ല സുഖം, പണി കിട്ടുമ്പോഴാണ് ഒരു സുഖമില്ലാത്തത്. ബാറ്ററി ഒക്കെ ഉണ്ടല്ലേ, ആകെ ഒരു കാര്യമായിട്ട് കേടില്ലാത്ത. ബാക്കോട്ട് കാട്ടാൻ പറ്റില്ല, സിസ്റ്റം പണി ആയതുകൊണ്ട്. വിട്ടാ എക്സൈറ്റ് വിട്ടാ ഇപ്പോൾ കുഴപ്പമില്ലല്ലേ? അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അങ്ങാടി തന്നെ ആയിരിക്കും. ഞാൻ ഇറച്ചി വാങ്ങുന്ന കടയാണ്. പ്രൈസൊക്കെ ഇതാ അവിടുന്ന് വാങ്ങി. ഇറച്ചിക്കട ഇവിടെയാണ്. ഇവിടെ പാർട്സും കാര്യങ്ങളൊക്കെ ബുള്ളറ്റിൽ വരും. ഇങ്ങനെ വീട്ടിലെത്തി, വണ്ടിക്കൊക്കെ പണി കിട്ടി, വണ്ടിയൊക്കെ നന്നാക്കി ഏകദേശം റെഡി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, വണ്ടിക്കൊക്കെ പണി കിട്ടി. നിങ്ങൾ കണ്ടില്ലേ, വണ്ടിയൊക്കെ നന്നാക്കി പോകുന്നത്. ഇനി നമ്മൾ ഇറച്ചി എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണം. ചെരുപ്പ് ഊരിയിട്ടില്ല, ചെരുപ്പ് ഊരണം. സാധനങ്ങളിതാ. പണി തന്നെ ഇന്ന് ഫുള്ള് പരിപാടി തന്നെ. ചെരുപ്പൂരാതെ കയറി. ചൂടാണെങ്കിൽ പെരും ചൂടാ, രക്ഷയില്ല. അച്ചോളും ചേച്ചിയൊക്കെ പുറത്തുണ്ട് കേട്ടോ. നല്ല ഹെവി പരിപാടിയാണ്. എന്തൊക്കെയോ അവിടെ തട്ടിക്കൂട്ടുണ്ട്, രണ്ടെണ്ണം കൂടെ. വെള്ളത്തിൽ കളി തന്നെ. എൻ്റെ ഫോൺ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ചുട്ടിട്ട് നിൽക്കാൻ വയ്യ കേട്ടോ. ഫാൻ എന്താ ഇട്ടാ, അത് ചായ കിട്ടിയാൽ വളരെ നന്നാവും. ഞാൻ ആ വർക്ക്ഷോപ്പിലേ തള്ളിപ്പോയി, കുറച്ചേ വണ്ടിയായിട്ട് തള്ളണം. കാരണം അത് നോക്കണ്ട, വണ്ടി നന്നാക്കാൻ സമയമായിട്ടില്ല അറിഞ്ഞില്ലേ. വണ്ടി കയറ്റണമെങ്കിൽ സാധനം വാങ്ങാൻ പാർട്സിന് നല്ല പൈസയാവും. അതാണ് 6000 രൂപ പാർട്സ് ഒക്കെ പാടെയാവും. പണിക്കൂലി പ്രശ്നമില്ല, പണിക്കൂലി നമ്മളെ മച്ചാനാണ്. പണിക്കൂലി അവൻ്റെ അടുത്ത് വിഷയമല്ല, മച്ചാൻ നമുക്ക് പിടിച്ചിരുത്താം. ബാക്കിയുള്ളതാണ് പ്രശ്നം. പാർട്സിന് എന്താ വെച്ചാൽ റെഡി പൈസ കൊടുക്കണം. കട ഒന്നും ഇവിടെ ഇല്ല, മഞ്ചേരിയാണ് ഒക്കെ ഉള്ളത്. പാർട്സ് അപ്പം റെഡി പൈസ അല്ലെങ്കിൽ ഒരു തരില്ല. നമ്മളങ്ങാടിത്തെ കടയൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. അങ്ങാടിയിൽ നിന്നാണെങ്കിൽ നമുക്ക് പാർട്സൊക്കെ ചെറിയ പൈസയ്ക്ക് നമുക്ക് തന്നേനെ. പക്ഷെ അവിടെ മഞ്ചേരിയൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ അപ്പം പൈസ കൊടുക്കുക, ചൂടോടെ സാധനം വാങ്ങുക. പരിപാടി ആകുമ്പോൾ 1.5 ലക്ഷം കുറച്ച് ലീവല്ലേ, നോക്കണ്ട, ശരിയാക്കാൻ നമുക്ക്. വണ്ടി വേണം. വണ്ടി ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊന്നും നടക്കില്ല. അതാണ്. 2 അവിടെ എന്തോ വലിയ പരിപാടിയാണ്. നോക്കട്ടെ, ഈശ്വര, ട്രൗസറൊക്കെ ഊരിയായിട്ട് നിൽക്ക്. ഭയങ്കര കുടിയിലാണ്. ട്രൗസറൊക്കെ ഊരിയിട്ടിട്ട് ഭയങ്കര കുടിയിലാണ്. പാർട്സാക്കി നന്നാക്കി തരാം, ഇപ്പം നന്നാക്കി തരാം. ഒറ്റ മിനിറ്റ്. ആ ഉള്ളി ഞാൻ കുറച്ച് വാങ്ങി. മറ്റേ ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവില്ല. ചമ്മന്തി ഉണ്ടാക്കി. ഇത് ഇവിടുന്ന് മാങ്ങ കിട്ടിയപ്പോൾ മാങ്ങ പാക്കറ്റിൽ ഞാൻ രാവിലെ കാട്ടി തന്നില്ല മാങ്ങ കേട്ടോ. ഒക്കെ ചാടി പോയി. ഒരു അത്യാവശ്യം സൈസും കൂടെ, കുറച്ചും കൂടെ സൈസിൻ്റെ സുഖമായിരുന്നു. നമുക്ക് അത്യാവശ്യം നമുക്ക് ചായക്കപ്പിലൊക്കെ ഇതാ അത്യാവശ്യം സൈസ് ഉണ്ടെങ്കിൽ കാന്താരി തെണീച്ച് കുളിച്ച് ഇട്ടത്തേന് ശരിയാവും. ഒക്കെ ശരി. ചോറേ സെറ്റാക്കി വേണം, എന്നാലേ പരിപാടി നടക്കുള്ളൂ. ഏതായാലും പരിപാടിയൊക്കെ വണ്ടീൻ്റെ പണി. വണ്ടി കാണുമ്പോൾ തന്നെ എനിക്ക് കരച്ചില്ല. നോക്കണ്ട. അപ്പം അത് അത്യാവശ്യം പൈസ ഉണ്ട്, മാറ്റാനായി.
പിന്നെ ബ്രേക്ക് ആയി ബ്രേക്ക് എടുക്കാനൊക്കെ ആയി. ഏതാ പറ്റിയെന്ന് അറിയില്ല. ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഉഷാറായില്ലേ? ചമ്മന്തി ഉണ്ടാക്കാനും ചോറെടുക്കട്ടെ പച്ചമുക്ക് കൊടുക്കണമെങ്കിൽ. അത് ശരിയാ. പിന്നെ വിശക്കും. അതെന്താ തുണി മറ്റേത് കെട്ടാതെന്ന്? ഏത്? ഞാൻ മറ്റേ സാധനം തുന്നി വെച്ചില്ലേ? അത് മറന്നു കേട്ടോ. മേല് വെറുതെ ചെളി കൂടിയാക്കണ കേടരുത്. അത് മറന്നതാ ഇപ്പൊ ഇടാതെ ചെളി. കുപ്പായിട്ടത്. അല്ല അത് ഇട്ട ഡ്രസ് ചെയ്യുമ്പോ എന്താ പറയുക എന്താ സുഖാണ്. ഒക്കെ മേത്ത് ചെളിയാവൂല. മാക്സി ഒക്കെ അങ്ങനെ കേടുന്നതാ. ഇനി അങ്ങോട്ട് കെട്ടി തുടങ്ങിക്കോ. ഒന്നാമത് അച്ചുമോളുണ്ടാകുമ്പോ ചിലപ്പോ ഇവിടെ എന്തെങ്കിലും പണി എടുക്കുമ്പോഴാവും അച്ചുമോൾ അവിടെ തേക്കാം. അപ്പൊ വേഗം മാക്സിനാണ് കൈ തുടയ്ക്കും. അതാണ് അങ്ങനെ ഒക്കെ കേടുന്നതാ എന്റെ മാക്സി. ഇനി കുഴപ്പമുണ്ടാവില്ല. ഇനി അച്ചുമോളൊക്കെ റെഡി ആയില്ലേ? ഇപ്പൊ സെറ്റായി. ഇപ്പൊ കുക്കറായി ശരിക്കും. കുക്കർ ഇപ്പൊ ശരിക്കും കുക്കറായി. അതിപ്പോ ഇടാതെ മറന്നതാ. തീരെ ഇടാത്തോണ്ടാണ്. ഇതൊരു വിസിലടിച്ച ചോറ് പോകും. ചോറിന് പ്രശ്നമല്ല. പാർട്സ് ഞാൻ അപ്പം തന്നെ ശരിയാക്കി തരാം മോളെ. പാർട്സിൻ്റെ പണി ചൊക്കെ കഞ്ഞിയും കൊടുക്കണമല്ലേ? ശിബിട്ടിന് ഇന്ന് മടി കാട്ടിയില്ലേ ഓള് കള്ളത്തിയായിട്ട്? ഒന്നും ട്യൂഷനല്ല. ടീച്ചർ വിളിച്ചിരുന്നല്ലേക്ക് നിങ്ങളതിലേന്ന് ഫോണ്. ആരെങ്കിലും വിളിച്ചിരുന്നോ ഫോണിക്ക്? എന്നാ അത് തന്നെ ടീച്ചറെ വിളിച്ചേക്ക് തോന്നുന്നു. വേറെ ആരും വിളിച്ചിരുന്നേ? വേറെ ആരെ ഞാൻ നോക്കിയിട്ടൊന്നും എല്ലാ സകല ഗുലാബി എൻ്റെ ഫോണിലാ. ഞാൻ വിളിച്ചതെന്നല്ല, ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ വണ്ടിയും പണിയായി. പിന്നെ സാധനം നമ്മൾ രാവിലെ വാങ്ങാത്തോണ്ടേ ടൈമും പോയി. ഒക്കെപ്പാടായിട്ട് വെച്ചപ്പാടായിട്ട് വേഗം പോകുന്നതാണ്. കാരണം സമയമില്ല, നേരെ ഒരുപാടായില്ല. അപ്പോൾ പിന്നെ അത് വിചാരിച്ചാണ്ട് ഞാൻ വേഗം ഓട്ടി കിതച്ച് പോന്ന. കറക്റ്റ് ടൈമിങ്ങിലാണ് എല്ലാം കിട്ടിയത്. ഏതായാലും മച്ചാൻ്റെ അടുത്ത് 2 പ്ലഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അത് വിട്ട് നിന്ന് ശരിക്കും ആ പ്ലഗിന് ഒന്നിന് 100 റുപ്യ വരും. 2 പ്ലഗ് 200. പിന്നെ കുക്കറിൻ്റെ അടി പോയില്ലടി. ഇതൊക്കെ വാങ്ങിയിട്ട് എത്ര വർഷമായി അറിയാം എനിക്ക്. ഞാൻ ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരും. അല്ല ഷാഫിനോട് പറഞ്ഞോ അവൻ്റെ സാധനമൊക്കെ ക്വാളിറ്റി ഇല്ല, നല്ല സാധനം. എവിടെ അരിക്കോടുന്ന കുറിയിൽ കൂടി വാങ്ങിയതാണ് കുക്കർ. ചെറിയൊരു നറുക്കുണ്ടായിരുന്നില്ലേ? എത്ര 4000 5000 പൈസ അല്ലെങ്കിൽ നറുക്ക് കിട്ടാത്തവർക്ക് പൈസ വരും. പൈസ അല്ല, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം. ഞങ്ങളൊരു കുക്കർ വാങ്ങി 5 ലിറ്ററിന്റെ, പിന്നെ കാസറോൾ വാങ്ങി. നമ്മളെന്തൊക്കെയോ എടുത്തില്ലേ കുറച്ച് പൈസ. പിന്നെ കുറച്ച് പൈസ ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്ത് അല്ലേ? അങ്ങനെ എന്താ ചെയ്ത്? ചിലപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയതാണ്. ഇവിടെ എക്സ്ചേഞ്ച് ഉണ്ടേ. നമ്മൾ പഴയത് കൊടുത്താൽ കുറച്ച് പൈസ കൂട്ടിയ പുതിയ നല്ല സാധനങ്ങൾ കിട്ടും. എവിടെ? നമ്മളാ മറ്റേ നോൺ സ്റ്റിക്കിന്റെ ചട്ടിയില്ലേ, അത് ഒരു വട്ടം ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മൾ, ഒരു കേടില്ല. പക്ഷെ അതിൽ കിട്ടണില്ല, ഒന്നും മീനൊന്നും വറുത്താൻ കിട്ടൂല. അവിടെ മൂലയിൽ കിടക്കണത് നല്ലൊരു ചട്ടിയാണത്. ഞാൻ കൂടെ അന്ന് പറയില്ല അത് കൊടുത്തു. ഞാൻ പെട്ടതാ ബംഗാളികളെ ചട്ടിയില്ല. പക്ഷെ ആ പാത്രം നമുക്ക് ഉപകാരമായില്ലേ? ബംഗാളി ചട്ടി അവിടെ 100 റുപ്യക്ക് അങ്ങാടി കൊടുക്കണ്ടായിരുന്നു. അതിൻ്റെ ഒരു കത്തും കൗത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ ചട്ടിക്ക് വേറെ പ്രശ്നമുണ്ട്. ചട്ടി മയപ്പെടുത്തി പത്തിരി മാത്രം ചൂടാൻ പറ്റും അതിൽ, വേറെ ഒന്നിനും പറ്റില്ല. വേറൊരു സാധനം പറ്റില്ല. പത്തിരി നൈസ്. പിന്നെ അതേപോലെ തന്നെ മറ്റേ പാത്രത്തെ പാത്രക്കാരൻ പറ്റിച്ച് അത് വെള്ള പണിയാണ്. വാങ്ങിക്കാറിട്ട് 1000 റുപ്യ 800 റുപ്യ റെഡി പൈസ എടുത്തെടുത്താൽ 3 പാത്രം 4 പാത്രം ഉണ്ട്. പക്ഷെ ആ പാത്രം ഒന്നും 10 പൈസക്കില്ല. ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ഉള്ളിൽ ഉപയോഗിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ടില്ല. ഞാനത് ഇറച്ചി നന്നാക്കാനും മീൻ നന്നാക്കാനും ഉപയോഗിക്കൽ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇനി വാങ്ങൽ. ഞാൻ അന്ന് അവളോട് പറഞ്ഞു അത് പറ്റൂല, അത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് അവള് സമ്മതിച്ചില്ല. കാരണം ഈ വീട്ടിലത്തെ സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയില്ല. ചുമ ഇതിൻ്റെ വലിയ ചട്ടി കിട്ടേച്ചേ ഇറച്ചി. ചുമ എന്ന് പറഞ്ഞില്ലേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതാണ് പ്രശ്നം. എനിക്കല്ല കേട്ടോ ഇത്. ഒഴിവാക്ക് ആ വേസ്റ്റ് ഇല്ല ലിക്ക് വേണ്ട. കഴുകിയ എന്നാ നല്ലത് മാത്രം ഞാൻ ഇപ്പൊ തിന്നുന്ന. ഞാൻ കൂടെ എന്നോ പറയുന്നത് ഒരു സാധനം കൊണ്ടുവന്നാൽ തിന്നൂല, വെറുതെ നാശം വെക്കുകയാണ്. പൈസ കുറച്ച് കൊടുക്കുന്ന സാധനമല്ലേ അതൊക്കെ. ഞാൻ പിന്നെ അങ്ങനത്തെ ഒന്നും അങ്ങനെ തിന്നിട്ടില്ല. എനിക്ക് തോന്നുമ്പോ തിന്നല്ലാതെ. കേടായത് അതീക്കിട്, അപ്പൊ എനിക്ക് എടുക്കാൻ സുഖാവൂലോ. കറുത്തത് മാത്രം നല്ലതുള്ളൂ. ഇതൊക്കെ നല്ലതൊക്കെയാണ് വേണോ? വേണ്ട, അതിമ പണിയെടുക്കുന്ന ഒരു പണിയും വേണ്ട. അവിടെ നല്ല വെള്ളത്തിൽ കളി കേട്ടോ. പൈസ ഉണ്ടോ കയ്യില്? അല്ല ഞാൻ കണ്ടിന് അതിന് സ്കൂട്ടറുണ്ട് അവിടെ, അതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടാളും കൂടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അടി ഉണ്ടാക്കാതെ അടിയൊക്കെ ഉണ്ടാവും.
ഓള് അലക്കാൻ പോയത് ഇനിയിപ്പോ സോപ്പും പൊടിയും വെയില് കൊള്ളാതെ ആദ്യം രണ്ടും കൂടെ വെയിലല്ലേ ചൂട് നിൽക്കാൻ കഴിച്ചില്ല. വർക്ക്ഷോപ്പിൽ ഒക്കെ ചെന്നിട്ട് ചൂട്ടിട്ട് എൻ്റെ അമ്മ കിളി പറന്നാണ്. അകത്ത് നിന്നിട്ട് തന്നെ ചുട്ടിട്ട് കൊടുക്കാൻ ഒരു രക്ഷയില്ല. സമ്മതിക്കണല്ലേ. ഞാനൊക്കെ എന്താ പിന്നെ എ സിയിലാ. അതന്നെ ഞാൻ പറഞ്ഞത്. എൻ്റെ പോലെ തന്നെ എത്ര ആൾക്കാർ കഷ്ടപ്പെടുന്നു. കല്ലുകോറിയിലുള്ള ആൾക്കാരെ സമ്മതിക്കുന്നുണ്ട്. പിന്നുള്ളത് സെൻറ്ററിങ്ങാർ പോലൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടാവില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയിലേക്ക് സെൻറ്ററിങ്ങൊക്കെ ഒരു രക്ഷ ഉണ്ടാവില്ല. സെൻറ്ററിങ്ങാർക്കുള്ള കുഴപ്പമില്ല, രാവിലെ ആയിട്ട് കയറിയാൽ നേരം വരെ വെയിലായിരിക്കും. പിന്നെ ഒരു ഒഴിവില്ല. എന്താ വെച്ചാൽ അവർക്ക് ഫുള്ള് അടിക്കല്ലേ, പലക അടിക്കുന്ന പണിയല്ലേ. നമുക്ക് പറഞ്ഞാൽ ഉള്ളിലൊക്കെ ഉണ്ടാവുള്ളൂ പണി. ആരും കൊടുക്കണേ ഇവിടെ ഒരു അരം തന്നെ കിട്ടില്ല. ഇവിടെ ഒരു അരം കിട്ടില്ല. പൈസ നല്ലുള്ള ആൾക്കാരുണ്ടല്ലോ, 10 പൈസ പണിക്കാർ കൊടുക്കൂല, 10 പൈസ വെള്ളം കൊടുക്കൂല. പൈസ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആൾക്കാരെ ചില ആൾക്കാർ തരും, ചില ആൾക്കാർ ഇല്ല. അതിനൊക്കെ നമ്മളെ കോഴിക്കോട്ടത്തെ മുതൽ സാറാ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഓനെ കഴിഞ്ഞിട്ടുള്ളൂ. എന്താ വേണ്ടി കഴിക്കാം. പണിക്കാർക്ക് ഇഷ്ടമുള്ള ഞാൻ ഓർഡർ ചെയ്യാം. അവിടെ എത്ര പണിക്കാരുണ്ട്, ഓർക്ക് എന്താ വേണ്ട വെച്ചാൽ ഓല് പറയാം. അമ്മേ എന്റെ തുന്താരി വരുന്നുണ്ട് കേട്ടോ. കുട്ടിട്ട അരിന്റെ കണക്ക് എങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കല്. നമ്മൾ ചോറിനൊക്കെ അങ്ങനെ 2 ഗ്ലാസ് അരി ഇട്ടുള്ളൂ. രാവിലെ വൈകുന്നേരം വരെ ഉണ്ടാവും. നിങ്ങളൊക്കെ പിന്നെ തോനെ തിന്നോണ്ടേ. ഞാൻ കുറച്ച് അതാ പറഞ്ഞേ, ബാക്കി ഉണ്ടാവും. 2 ഗ്ലാസ് പോരെ ഇരിക്കണോ? വേണേ വൈകുന്നേരം ഉണ്ടാക്കാൻ 2 ഗ്ലാസ് എടുക്കലുള്ളൂ. ഇത്ര ബാക്കിയുണ്ട്. നല്ല ഭദ്രാക്കി എടുത്ത് കിട്ടും. എന്താന്നറിയോ, നമുക്ക് ഇനിയും കുപ്പിയിലിട്ടേക്കേ. കുപ്പിയിലിട്ട് വെക്കാം. എന്നാലും മതി. ഓ ചുന്ദരി ആയല്ലോ. മുടി വെച്ചത് കാട്ടി കൊടുക്കും അപ്പക്ക്. നോക്കട്ടെ, സുന്ദരി ആയോ? അക്ക് കുന്തിഞ്ഞാണോ? കുന്തിഞ്ഞ ഓയ് ഒന്റനി അമ്മ മുല്ലിപ്പൂ ഇവിടെ കക്കലും പോണ്ട അമ്മക്ക്. കണ്ടുപോയാ മുല്ല ഇതോ അത് വേണമെന്ന്. കുട്ടിക്കാ വേണോ? എത്ര കണ്ടു ചോന്ന് വെള്ളത്തിൽ കണ്ടാവും. നമുക്ക് ഒത്തിഞ്ഞാ മുമ്പില് കച്ച കുട്ടി. അതന്നെ സംഭവം. അതന്നെ സംഭവം. ഫാനൊക്കെ ഓണാക്കിയിട്ട് ഇവിടെ പോയി നോക്കിയാ രാവിലെ നീച്ച് പോരുമ്പോഴൊക്കെ അങ്ങനെയാ. ഞാൻ ചെല്ലണം ഓഫാക്കണമെങ്കിൽ വെറുതെ ഓണാക്കി തന്നെ. സ്വയമൊന്നും അറിയില്ലല്ലോ, പൈസ അറിയില്ലല്ലോ. പൈസ ഈ പോക്കോ യുദ്ധാണ്. കേട്ടോ യുദ്ധേ പ്രഖ്യാപിച്ചു. ഇനി കറണ്ടിലൊക്കെ കൂടും. കറണ്ട് ബില്ല് സ്വർണ്ണ ആ മല്ലിച്ചപ്പ് ഇതൊക്കെ അതൊന്നും മറക്കൂല കേട്ടോ എന്റെ മോനെ. ആ തുന്തേരി ആക്കച്ചോളെ ജലദോഷം പിടിച്ചില്ലേ? ചേച്ചി സുന്ദരി ഒക്കെ ഉണ്ടായതാട്ടോ. സുന്ദരി ദേഷ്യം പിടിച്ച് പറയാ. സുന്ദരി ആക്കാൻ പോയ ചേച്ചി സുന്ദരി ആക്കാണേ. ഷെഡിട്ടില്ല ജി. മിക്കവാറും ഗ്യാസിനൊക്കെ വില കൂടും. ഗ്യാസ് വില കൂടുന്നല്ല, ഗ്യാസ് ചിലപ്പോൾ കിട്ടാതാവും. ഇത് കണ്ടോണ്ട് അങ്ങനെയൊക്കെ വരും. ഒത്തുതീർപ്പാവുന്നൊക്കെ പറയുന്നുണ്ട്. തീർപ്പായാൽ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ മോളെ. ഞാൻ എനിക്കിങ്ങനെ തോന്നി, ഞാൻ അന്ന് വലിയ പാക്കറ്റാണല്ലോ വാങ്ങിയത്. അപ്പൊ നെയ്യ് അപ്പൊ ഞാനേ വാങ്ങാതെ പോകുന്നത് എന്റെ മനസ്സിലിങ്ങനെ തോന്നി. സുന്ദരീനെ ഇതാ
നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ തരാം. ഞാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെ ആക്കലിക്കറി? ഞാൻ അങ്ങനെ ഉള്ളി ഇടണം മാറ്റും. കംശി ചെയ്ത് നോക്കട്ടെ. തുന്തിരി നോക്കട്ടെ. അമ്മേ മുട്ടായി അമ്പിൻ്റെ കിട്ടിയടി. തുന്തിരി അല്ലോ. തുന്തിരി ആക്കി വേഗം. പരിപാടിയൊക്കെ സിമ്പിളാ. നെയ്യ് ദേവനെ കണ്ടി ചാടാനും മതി. കുറച്ചുകൊണ്ട് അങ്ങനെ നെയ്യ് ഉണ്ടെങ്കിലേ ചോറ് സോഫ്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ടൈറ്റ് ചോറ്. അങ്ങനെ പ്രശ്നമുണ്ട്. അങ്ങനെയല്ല, ടൈറ്റ് ആകണമെന്നല്ല, ഒരു ചോറ് ഭയങ്കര റഫായി നിൽക്കും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏത് വേവ് കമ്മി കിട്ടിയത്? അല്ല, വേവ് ടേസ്റ്റ് കൂടണം എന്നല്ല പറഞ്ഞ അന്നേരം. അപ്പോൾ ലേശം വെള്ളം ഇതിൽ കൂട്ടിയേക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് ഓർമ്മല്ലേ? ലെവലിൽ നിന്ന് കുറച്ച് കൂട്ടിയേക്കണം. അപ്പം എനിക്ക് എളുപ്പത്തിൽ പരിപാടി. ഇത് തുറന്നിട്ടില്ല, ഞാൻ പാട്ടൊക്കെ നന്നാക്കാം. എനിക്ക് പണി പുളി. ഞാൻ എന്താ പറയാ, ഞാൻ എന്താ അറിയോ, ആ ഇട്ടോ അതിൽ കിട്ടോ ഫുള്ള്. ആ എടുത്തത് അത് ഞാൻ 20 ഉറുപ്പിക്ക് ചെറുത്ത് മേടിച്ചിട്ടുണ്ട്. ഒരു ചോറുള്ളത്, ഒരു ചോറുകാരനെ അവനോട്. രാജേട്ടനെ കണ്ടിരുന്നു അതിൽ മൂപ്പരെത്താൻ എന്നോട്. ഞാൻ പോന്നാലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു 6 ചോറുണ്ട്, ഇത് പോരാറുണ്ട്. അതിലൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് വിസിറ്റ് അടിക്കണം. ഒരു റെസ്റ്റിൻ്റെ ടൈമിനാണ്. റെസ്റ്റാണ് ഇപ്പോൾ ഉണ്ടാക്കാലോ. ഓയല്ലോ മുടിക മുടിക്കാരണോ? അതാ വരുന്നേ. വന്നേ വന്നേ മുടിക മുടിക്കായിട്ട് ഉള്ളി. ഉള്ളി ഇത് എടുത്തിട്ട് വരും. ഇങ്ങനത്തെ ഇതൊക്കെ വളരെ ചെറിയ ചട്ടി വേണം. നമ്മളതൊന്നും എടുക്കലില്ലാന്നേ. ഇവിടെ ഒന്നും വെക്കാൻ സൗകര്യം ഇല്ലാത്തേ. നിങ്ങൾക്കറിയില്ല ഇവിടെ ഉണ്ടോന്നേ. ചെറിയ ചട്ടി ഉണ്ടെങ്കിൽ ലാസ്റ്റ് റോഡ് എടുക്കാൻ സുഖം. നന്ന ചെറുതല്ല, എന്നാലും ലാസ്റ്റ് ഇട്ടാ മതി. പക്ഷെ അത് കരഞ്ഞെടുക്കുമ്പോ പോകാം. കരഞ്ഞെടുക്കുമ്പോ പോകില്ല. ഇത് വേണ്ടേ? അതിന്റെ കരഞ്ഞെടുപ്പ് പോകണം. ആണോ? നമ്മളെ പട്ടി ഗംബിയൊക്കെ ഗംബി പട്ടി ക്യാമ്പിലോട്ടോ നീളല്ല ജീവി. നീളല്ലെങ്കിൽ എന്താ ഗ്ലാമർ തന്നെ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഗ്ലാമർ കിട്ടി ചോദിച്ചു. ഇല്ലാന്ന് പറയില്ല, സമ്മതിക്കാൻ എനിക്ക് മടിയാ. അതുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളായിക്കോട്ടെ ഇങ്ങനെ പോകുന്നൊക്കെ ഓർമ്മ ഉണ്ടോ? എങ്ങനെ ഇതാക്കിക്കണോ, എങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് ഒപ്പിച്ച് എടുത്തത് കഴിച്ചില്ലേ? ഗ്ലാമർ കണ്ടില്ല താനേ ഗ്ലാമർ. ആയിക്കോട്ടെ. അച്ചോളം അവിടെ സുന്ദരി കുട്ടത്തിയാക്കുന്നുണ്ടോ? അത് കറുകപ്പട്ട. എന്നാ ഗ്രാമ്പൂ പട്ട. അതിന് വേറെ പേരുണ്ട്, എനിക്കറിയില്ല കറക്റ്റ്. അതിനെന്തോ ഒരു പേരുണ്ട്. അതെന്താ ആദ്യം ഞാൻ അവർക്കൊരു ഐഡിയ കേട്ടോ. ഞാൻ അത് ചോദിച്ചോളാം, ബാബാക്കിനെ ചോദിച്ചോളാം അതെന്താ സാധനം. ശരി, നമുക്കറിയില്ല. നമ്മൾ വല്ലപ്പോഴൊക്കെ നെയ്ച്ചോറ് ആകെ അറിയുന്നൊരു സംഗതി നെയ്ച്ചോറ്. ഇവിടെ വേറെ ഒന്നും ഒന്നിച്ചല്ല. ഇവിടെ നേരെ തള്ളി മറക്കുന്നുണ്ട് കേട്ടോ പൊന്നാനാക്കളെ. നല്ല തള്ളു വരുന്നുണ്ട് അവിടുന്ന്. നല്ലൊരു തള്ളു ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ആയിക്കോട്ടെ സാറേ, ഒരു തള്ളും. എന്താണ് ചോദിച്ചത്? മതി. ഇനി ചോറ് എടുക്കുമ്പോ ശേഷാക്കിയായി.
കുറച്ച് വെച്ചോ, എന്നാ ഒരു മയം കിട്ടും. നോക്കട്ടെ, ഇവിടെ എൻ്റെ ആയില്ലേ, നോക്കട്ടെ, സുന്ദരി നോക്കട്ടെ. അമ്മേ മുടി മുയിച്ചൊന്നമ്മ ചുന്തരി ആയിരുന്നു നമ്മുടെ കുഞ്ഞാനി. പോവേ ചുന്തന്യ ഈ കുപ്പായ ഇട്ടെടുത്തത് രാത്രി ഇട്ടെടുത്ത കുപ്പായല്ലേ നമ്മള് പോസ്റ്റൊക്കെ അടുപ്പില്ലാട്ടോ. പാർട്സ് നന്നാക്കി കൊണ്ടുവന്ന് നോക്കളെ, നന്നാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. പണി മുഴുവൻ രാജ. നമ്മളെ ചോറെന്തായി നോക്കണ്ടേ, എന്താ അറിയില്ല കേട്ടോ. നോക്കട്ടെ, കാവിയൊക്കെ പോയി കറക്റ്റ് ഒന്നും പറയാല്ല കേട്ടോ. ഞാനൊന്ന് രണ്ട് ഇതിട്ട് നോക്കട്ടെ കേട്ടോ. ഓ കറക്റ്റ് അങ്ങടേക്ക് ഇതൊക്കെ സൂപ്പർ ചോറായിട്ടോ. അപ്പൊ ഈ അരി തന്നെ വാങ്ങണം. അതിന് നമുക്കേ ഞാൻ ഉള്ളി തകർന്നിട്ട് അത് നമുക്ക് ചോറ് കൊടുക്കാം കേട്ടോ. ഓക്കെ, കറക്റ്റ് വേണം. ഓയിൽ കഴിഞ്ഞു കേട്ടോ, വാങ്ങാൻ പറയാൻ മറന്നതാ. ഞാനറിയില്ല എന്നാരോടാ പറയുന്നേ. വിശക്കുന്നുണ്ട്, അമ്മ ഒരുപാടായി. എൻ്റെ ചിക്കൻ കറി എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഉള്ളി വരട്ടിയിരിക്കുന്നു മക്കളെ, ഉള്ളി വരട്ടി. ചേച്ചി കുളിച്ച് സുന്ദരിയാണ്. ചേച്ചി കുറച്ച് കഞ്ഞി കൊടുത്ത, ചോറ് കൊടുത്ത. ചോറ് കൊടുക്കണേ. കുട്ടി കുട്ടിക്ക് വെപ്പിനുണ്ട് പറഞ്ഞു. ആ കുട്ടിക്ക് വിശക്കുണ്ട്, ചേച്ചി തരും കേട്ടോ. തട്ടി ചെന്തിന് ഒന്ന് ഇളക്കണം പൊന്നു. മതി ഈ ആ ഇതായിട്ടാണ് അണ്ടിപ്പരിപ്പ് ഞാൻ തട്ടോ. നിങ്ങളെങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് ഇത് ഒരു പാത്രത്തിൽ ഇട്ടേക്ക് ചെയ്യാം. പാത്രത്തിനെടുത്ത് ഇട്ടാൽ മതിയല്ലോ, അതായത് പൊട്ടാൻ കഴിയില്ലല്ലോ നമുക്ക്. നമ്മളെ പാർട്സ് ഇവിടെ കിടന്നിങ്ങനെ വേഗട്ടെ അല്ലേ. ഞാനങ്ങോട്ട് വേഗട്ടെ. ഇനി വെന്തിങ്ങോട്ട് കുട്ടപ്പനാകുമ്പോൾ നമുക്ക് എടുത്ത് അങ്ങനെ കഴിക്കാം. മോളെ ചോദിച്ചിട്ടുണ്ടോ? വെള്ളം വെക്കണ്ടല്ലോ, ഞാൻ കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് കറി വേണം. ഇറച്ചിൻ്റെ ടോപ്പിൽ ഇങ്ങനെ നിന്നാൽ മതി. തീ പൊട്ടിച്ചിട്ട് എന്താ ഞങ്ങളെ ഫ്രിഡ്ജ് ഇങ്ങനെ ഇട്ട് കൊടുക്കല്ലേ തണ്ടോടൊക്കെ. ഞങ്ങളെ ഫ്രിഡ്ജ് എല്ലാവരും കണ്ടില്ല, അടിപൊളി ഫ്രിഡ്ജാണേ. നിങ്ങൾ കുളിക്കില്ലേ? കുളിക്കണം. ഞാനിത് അടുത്തായാലേ കുളിക്കാൻ പോയിട്ട് കാര്യമുള്ളൂ. മറ്റേതെന്താ അറിയോ, ഞാൻ കുളിച്ചു വരുമ്പോ കേട്ടോ. ഓക്കെ, ഞാൻ 2 പാത്രം കഴിക്കട്ടെ. എൻ്റെ കഴിഞ്ഞു. അല്ല നമ്മളെ ലോട്ടറി ഇങ്ങനെ അടിച്ചോ നമ്മൾ എടുത്തത് അമ്പലത്തിൽ ആണോ? ഭാഗ്യൊക്കെ ഉണ്ടല്ലേ. ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൂടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. നമുക്ക് അച്ഛനോട് അവിടെ ഇരുന്നു, നമുക്ക് എപ്പം മാറിയില്ലേ. ഇത്രേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ സിമ്പിൾ പരിപാടിയാക്കി. ഈ പാത്രമാണ് അന്ന് വാങ്ങിയത്. ഇതിന്റെ 2 സൈഡത്ത് എടുത്തിട്ടില്ല അത്. പക്ഷെ ഇതിൽ ഇതൊക്കെ ഞാൻ ഇപ്പൊ തൊട്ട് എന്തതിന് കേട്ടത്, പൊട്ടിന് പൊടി വയ്ക്കുക, ചപ്പാത്തിക്ക് ഇതാക്കുക, പിന്നെ എന്തെങ്കിലും പുഴുങ്ങ തട്ടിക്കളിച്ച്. ഇപ്പൊ ഞാൻ അടുപ്പോടെ കൊടുക്കണേ വെറുതെ കൊടുത്തു കുട്ടിക്ക്. അച്ചുമ്പക്ക് എന്താ പണി നോക്കട്ടെ. മൊബൈൽ ഉള്ളതുകൊണ്ട് അതാ കുത്തിരിക്കണ നോക്കിയാ ാണ്. എന്താ കുഞ്ഞ എത്തോ മേടിച്ചോണ്ടാന്. ഞാൻ പോകുന്നു ഇങ്ങോട്ട്, എന്തോ മേടിച്ചോണ്ടരാൻ എന്നോട്. ചോറാ വെച്ചത് കഴിഞ്ഞിട്ടോ. കറി നോക്കട്ടെ. പെട്ടക്കുന്നുണ്ട് കറി. ആയിട്ട് നമുക്ക് ഉപ്പ് മുളകൊക്കെ ഒന്നും നോക്കണേ. ചോറായി ചമ്മന്തി. ഞാൻ കുടിക്കാൻ വെള്ളം കട്ട കേട്ടോ. ജഗില് ചെറിയ ജഗല, മറ്റേ വലിയ ജഗും. ഞങ്ങൾ പച്ചവെള്ളം കേട്ടോ. ഉണ്ണിച്ചുക്കളം അല്ല, ഞാൻ കൂടെ അന്ന് അത് വാങ്ങി പറഞ്ഞില്ലേന്നോ അയമോദകം. അതെവിടെ വെച്ചേക്ക് ഓർമ്മല്ലോ. എന്റെ ബാഗിലുണ്ട്. അന്ന് ഞാൻ ബസ്സിന്നേ കണ്ടപ്പോ വാങ്ങിയതായിരുന്നു. കുറച്ച് തണുത്തുള്ള വയ്ക്കുക, അന്നേരത്തെ വെള്ളം വയ്ക്കുക, ചൂടാ. അത് ഞാൻ എവിടെ വെച്ചതൊക്കെ ഓർമ്മല്ലോ. ഇഷ്ടമായിട്ട് വെള്ളം ഉണ്ടാക്കിയാലേ അപ്പൊ കഴിഞ്ഞു.
ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷായി കുടിച്ചോളി. കഴിഞ്ഞു. അപ്പൊ തന്നെ ഇറച്ചിക്കാർക്ക് റെഡി ആവും. ഓക്കെ സെറ്റ്. എന്റെ കുടിയൊക്കെ റെഡിയാക്കട്ടെ. കേട്ടോ ഇനി എന്റെ ഫോട്ടോ നിൽക്കും. ജാഗ്രത തന്നെ അതെന്നെ ചുട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. എന്റെ മുടുക്കട്ട കഴിപ്പിച്ചിന് കുറച്ചില്ലേ ഇവിടെ ആദ്യത്തെ ഇത് മടക്കിക്കാം കേട്ടോ. പാത്രം ഇനി തിന്നിട്ട് പാത്രം കഴുകുമ്പോൾ പഴത്തിട്ട് തേങ്ങാക്കൊത്തു ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ മറന്നതേന്നു ഇടാൻ. നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇത്? ആ ഇവിടെ ഇറച്ചിയും ഇതൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ തേങ്ങ ഇടണം കേട്ടോ. അതേപോലെ മീൻ വറക്കുമ്പോൾ ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് വറക്കണം. നല്ല തൃപ്പതിയാണ്, തികയൂല. മോളറിയും പൊടി വേണം, പൊടി പറഞ്ഞ അവിടെ അവിടെ മുറ്റത്ത് പോയി വരക്കും അറിയാല്ലേ. ഇഷ്ടമാണ് പൊടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊടി. ഈ അമ്പലത്തിൽ നിന്നൊക്കെ ഈ തേങ്ങ ഇട്ട് നല്ല രസമല്ലേ, ரொம்ப ടേസ്റ്റാ. ആ ചിക്കൻ തിന്നാൻ നല്ല രസമാണ്. നമ്മളമ്പലത്തിൽ നിന്ന് പരിപാടി കഴിഞ്ഞു. ഇതിനെവിടെയെങ്കിലും പോകുമ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഫോൺ കൊണ്ടുപോകില്ല, ഇവിടെ വെക്കല. അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഒന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത നമുക്ക് അല്ലേ. അതാണ് നമ്മൾ പോകുമ്പോൾ എന്താ വെച്ചാല് ഇവരെ രണ്ടാളും ഇവിടെ ആക്കുമ്പോൾ എൻ്റെ ഫോണിലൂടെ വെച്ച് പോകും ഞങ്ങൾ. ഓളെ ഫോണിലാണ് വീഡിയോസ് ഒക്കെ എടുക്കല്. അതെ, അപ്പോൾ വീഡിയോസ് ഒന്നും പുറത്തുനിന്ന് എടുക്കാൻ കഴിയില്ലേ, അതാണ് പ്രശ്നം. അതാണ് പുറത്ത് വീഡിയോസിലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യല്ലേ. എൻ്റെ ഐഫോണൊക്കെ വാങ്ങാം. കഴുകട്ടെ കേട്ടോ. ഒന്ന് കഴുകണം. ഇനി തേങ്ങയ്ക്ക് തല്ലാവും കേട്ടോ തിന്നുമ്പോൾ. രണ്ടാളും തേങ്ങ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇഷ്ടമാണ്. ഞാൻ തിന്നില്ല, എനിക്ക് ഇഷ്ടമല്ല. ഒരാണ് ഇതിൻ്റെ നിങ്ങളിതിൽ ഇതൊക്കെ നോക്കിയോ? ഓ ഉപ്പൊക്കെ റെഡിയാ ആണോ? എന്നിട്ടില്ലല്ലോ നിങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞു തന്നപോലെ ചെയ്താൽ മതി. പിന്നെ അതിനൊരു മാറ്റമില്ല. ഞാൻ ഇതൊക്കെ ആദ്യം തന്നെ ക്ലാസ് എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ മക്കളെ. ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിന് ഇന്ന പോലെ ചെയ്യണം. ശരിയാ. മറ്റത് ഞാൻ കുറച്ച് ഉറങ്ങിയപ്പോ എന്നെ കാത്തു നിന്നത് ചോറൊന്നും വെക്കാതെ നിങ്ങള്. മറ്റത് ആൾക്കാർ കാണും വീഡിയോ മോശമാവും. ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കുള്ളൂ. ഞാൻ പറഞ്ഞ ആൾക്കാർ കാണുമ്പോ പറയും 10 പൈസക്കില്ല അവളെ കറി എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ആദ്യം തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ മസാല ഇടണം. എല്ലാവർക്കും ഒരു കഴിവ് കിട്ടൂല, അറിയോ? മനസ്സിലാക്കണം നിങ്ങള്. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടാവും. ചില ആൾക്കാർ എത്ര സാധനം ഇട്ടുണ്ടാക്കിയ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ യൂട്യൂബിൽ ഉണ്ടാക്കലോ കഴിഞ്ഞപ്പോ വായിൽ വെക്കാൻ പറ്റാ. നമ്മളെ ടേസ്റ്റിന് തന്നെ ഉണ്ടാക്കണം. അപ്പൊ ആ ടേസ്റ്റ് വരുള്ളൂ. വേറെ ആൾക്കാർ പറയുന്ന വല്ലുണ്ട് നമുക്ക് ഇതിലൊക്കെ കണ്ടില്ല നിങ്ങള് പൊടിയൊക്കെ ഇടുമ്പോ ഒരു സ്പൂണ് അങ്ങനെയൊക്കെ പറയണ എനിക്കറിയില്ല കേട്ടോ. സത്യം പറയാം, ഞാൻ ഒരു സ്പൂൺ വാരി ഇടുക ചെയ്യാം. സ്പൂൺ കണക്കാക്കാൻ അറിയില്ല, നമ്മൾ ഉണ്ടാക്കാൻ കഴിയൂല. എനിക്കല്ല. അപ്പൊ മല്ലിച്ചപ്പ് ഇട്ടു, കരിയപ്പിന്റെ കുറെ ഇട്ടു. അങ്ങനെ ഇട്ടു ഞാൻ എത്ര ശ്രമിച്ചാലും ഏകദേശമൊക്കെ. പക്ഷെ ഒന്നുകൂടി വെള്ളം വറ്റി റെഡി ആവണം അല്ലേ? ഇങ്ങോട്ടേക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ജിമ്മായി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളെ കാട്ടാൻ പറ്റൂല എന്റെ സ്റ്റീൽ ബോഡി. ഞാൻ ഇതവിടെ വെട്ടലുണ്ട് എടുത്ത് രാവിലെ തിരക്കി ഇട്ടാണ് നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ തന്നെ റെഡിയാവും. തിരക്കി ഇട്ടൊരു 4 നടത്ത വെട്ടലുണ്ട്. അച്ചാർ ഞങ്ങൾ ഫേവറേറ്റ് അച്ചാറുകളാണ്. അച്ചാർ ഞങ്ങൾ എനിക്ക് വേണ്ട തീർച്ചയായിട്ടും. ഞാൻ വരുമ്പോ തട്ടിയിട്ട് പോരാ. നല്ല എന്താ ഇതിനാവശ്യം ഒരു പിടുത്തം കിട്ടില്ല. സീരിയല് കണ്ടി. എന്നാ നമുക്ക് കഴിച്ചാലോ മിസ്റ്റർ പെരേര? അപ്പൊ ഞങ്ങൾ അടിപൊളി നെയ്ച്ചോറുണ്ടാവും. ഒരു കുഴപ്പമില്ല. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലുണ്ട് കുക്കറിൽ? ചോറ് അടിപൊളി. ഞാൻ തേങ്ങാച്ചോറൊക്കെ എങ്ങനെ തന്നെ ഉണ്ടാക്കലിട്ടോ. ചോറ് കിട്ടി കാച്ച അല്ലേ? കിട്ടില്ല മതി. ചോറ് റെഡിയാ. തേങ്ങാച്ചോറൊക്കെ ഇതാ വലിയോട് ഇവിടെ ചാമ്പിട്ടാൻ കഴിയും. തുടങ്ങി. ക്ഷമല്ല, ക്ഷമിക്കാനൊന്നും നേരല്ല. അപ്പുറത്തെ വീട്ടിലെ അമ്മമ്മ ഒന്ന് വർത്താനം പറഞ്ഞത് മതി. നിങ്ങൾക്ക് കുറച്ച് മതിയടാ. മതി തന്നെ. മതി.
ഈ കുറച്ച് തിന്നണ ഞാൻ എടുക്കട്ടെ തെക്കി. ആയിക്കോട്ടെ കുറച്ച് തിന്നോളി. പപ്പടോ പപ്പടൊന്നുമില്ല. പടം ഉണ്ടെന്നാണ്ട് വിചാരിച്ചോളൂ. അതെ. എന്നിട്ട് ഇത് കഴിക്കുക. അതെ അതെ കൂടി അച്ചാറ് വേണം കിട്ടണേ. പോരെ അച്ചോളൂ അവിടെ. കറിയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കി പറയുന്നുണ്ട് ഇതൊക്കെ തിന്നിട്ടുണ്ടെങ്കിലോ കുറച്ചും കൂടി തരും കുറച്ചും കൂടി തരും. അപ്പൊ എന്താ ചമ്മി തിരിട്ടാലോ മതി ഒക്കെ ആ വേണ്ട ഞാൻ കയ്യിൽ കേട്ടോ. ഇവരൊക്കെ മീൻ വറുത്തുണ്ട്. ഞാനൊന്നും കൊണ്ടേക്ക് അത്ര മറ്റേ മീനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കശ്മീരിന് ഞാൻ ഓക്കെ ഇത് കണ്ടേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കറിയിൽ ഒഴിക്കണം നിങ്ങൾക്ക് വെള്ളം എടുക്കട്ടെ കുടിക്കാൻ. പണ്ടത് ഫേവറേറ്റ് കപ്പ് വാങ്ങണേ. ആ നിങ്ങൾ ചോറുന്നോ? ശരി. പോലെ കുടുംബായേ കുഞ്ഞാണിയല്ലേ? ആ അത് ശരി അത് ശരി. എല്ലാ കൊറേ ആൾക്കാരും എത്ര പണി കുഞ്ഞാരിക്ക് എത്ര പണി? ആ ചുമരൊക്കെ കാട്ടി വെച്ച് നോക്കിയാൽ 10 പൈസക്ക് ഇല്ലാതാക്കി വെച്ചു കേട്ടോ. ഒക്കെ എന്താ ആക്കിയെന്ന് കുട്ടിക്കാൻ അറിയുള്ളൂ. ഒരു പിടിച്ച എന്തെങ്കിലും കഴിക്കട്ടെ ഭക്ഷിക്കട്ടെ അല്ലെങ്കിൽ പണി ഭക്ഷിക്കട്ടെ. എന്തായാലും വീഡിയോസിനൊക്കെ സ്റ്റില്ല് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്റ്റില്ല് വരും. ഇനി ബാങ്ങായിട്ടാണോന്ന് അറിയില്ല. എന്താ ചമ്പതിപ്പൊടി വേണ്ട കാട്ടണ്ട. വേഗം തിന്നാൻ പാടില്ല. ദൈവത്തിന് നന്ദി പറയണം മനസ്സിലെങ്കിലും. ആയിക്കോട്ടെ ആരും പ്രാർത്ഥിക്കണ്ടോ? ശരി കഴിക്കട്ടെ കേട്ടോ. സൂപ്പർ അടിപൊളി അടിപൊളി കേട്ടോ. ആയിക്കോട്ടെ അവൻ തോന്നട്ടോ. ചായ നോക്കിയാ നമ്മക്ക് കടിയൊക്കെ പഴംപൊരി കടിച്ചിട്ടതാ അതൊക്കെ. നിങ്ങൾ നിന്നോ ഒക്കെ കടിച്ചിട്ടില്ല. ചെറിയൊരു പിടുത്തം പിടിച്ചിരുന്നു. അപ്പൊ എന്താ ചാറ്റി പഴംപൊരി ഇട്ടായിരുന്നു നിങ്ങൾ കുടിച്ചതാ? ഞാൻ പിടിച്ചിരുന്നു. അവിടെ ഉണ്ട് സാധനം. അപ്പൊ ഞങ്ങൾ പഴംപൊരി ചായ ഒക്കെ കുടിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യാം.